വിശുദ്ധ തിരുവെഴുത്തിലേക്ക് ഇന്ന് രാത്രിയിൽ നിങ്ങളുടെ വിലപ്പെട്ട ശ്രദ്ധയെ ഞാൻ സ്വാഗതം ചെയ്യുന്നു. വെളിപ്പാട് പുസ്തകം 8-ാം അധ്യായം അതിൻ്റെ 3 മുതൽ 5 വരെയുള്ള വാക്യങ്ങളും, മത്തായി സുവിശേഷം 6-ാം അധ്യായം അതിൻ്റെ 5-ാമത് വാക്യവും ശബ്ദമുയർത്തി വായിക്കാം. വെളിപ്പാട് പുസ്തകം 8-ാം അധ്യായം അതിൻ്റെ 3 മുതൽ 5 വരെയുള്ള വാക്യങ്ങളും, മത്തായി 6-ന്റെ 5-ാമത്തെ വാക്യവും. മറ്റൊരു ദൂതൻ ഒരു സ്വർണ്ണ ധൂപകലശവുമായി വന്ന് ഒരു സ്വർണ്ണ ധൂപകലശവുമായി വന്ന് യാഗപീഠത്തിന് അരികെ നിന്നു. സിംഹാസനത്തിന് മുൻപിലുള്ള സ്വർണ്ണപീഠത്തിന്മേൽ സകല വിശുദ്ധന്മാരുടെയും പ്രാർത്ഥനയോട് ചേർക്കേണ്ടതിന് വളരെ ധൂപവർഗം അവന് ലഭിച്ചു. ധൂപവർഗത്തിന്റെ പുക വിശുദ്ധന്മാരുടെ പ്രാർത്ഥനയോടുകൂടെ ദൂതന്റെ കയ്യിൽ നിന്ന് ദൈവസന്നിധിയിലേക്ക് കയറി. ദൂതൻ ധൂപകലശമെടുത്ത് യാഗപീഠത്തിലെ കനൽ നിറച്ച് ഭൂമിയിലേക്ക് എറിഞ്ഞു. ഉടനെ ഇടിമുഴക്കവും നാദവും മിന്നലും ഭൂകമ്പവും ഉണ്ടായി. വെളിപ്പാട് പുസ്തകം മത്തായി സുവിശേഷം 6-ാം അധ്യായത്തിന്റെ 5-ാമത് വാക്യം കൂടെ. നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ മതി, നമുക്കൊരു നിമിഷം ദൈവസന്നിധിയിൽ തലകളെ വണക്കാം, കണ്ണുകളെ അടയ്ക്കാം, പ്രാർത്ഥിക്കാം. അത്ഭുതങ്ങളുടെ ദൈവം ഇന്നും ജീവിക്കുന്നു എന്ന് വിശ്വസിക്കുന്ന ദൈവമക്കളെ വലതുകരമെന്ന് ഉയർത്തിപ്പിടിച്ചാട്ടെ. എല്ലാ നാവുകളിലും പ്രാർത്ഥനയുടെ ശബ്ദം ഉയരണം. ഇന്ന് രാത്രി ഇവിടെ ഒരു പോരാട്ടം നടക്കുന്ന രാത്രിയാണ്. ഇതൊരു സാധാരണ രാത്രിയല്ല, ഒരു കൺവെൻഷന്റെ കടശി രാത്രിയാണ്. കടശി രാത്രി ഒരു ആത്മീയ ഒഴുക്ക് പ്രതീക്ഷിക്കുന്ന ദൈവമക്കൾ എത്ര പേര് രാത്രി ഇവിടെയുണ്ട്? ഒരു വാപൂട്ടിയിരിക്കുന്ന വ്യക്തിക്ക് അത് പ്രതീക്ഷിക്കാൻ കഴിയുകയില്ല. വായടച്ചിരിക്കുന്ന വ്യക്തിക്ക് അത് പ്രതീക്ഷിക്കാൻ കഴിയുകയില്ല. എന്നാൽ ഇരിക്കുന്ന ഇരിപ്പിൽ ഇരുന്ന സ്തോത്രത്തിന്റെയും സ്തുതിയുടെയും നീരാവി ദൈവസന്നിധിയിലേക്ക് ഉയർത്തി നിൽക്കുന്ന ഒരു ദൈവപൈതൽ ഇതിനകത്തുണ്ടെങ്കിൽ നീരാവി താഴെ നിന്ന് ഉയർന്ന് മേഘപാളികളായി മാറി അത് തണുത്ത് തപിച്ച് താഴേക്ക് മഴ പെയ്യുന്നത് പോലെ ഇന്ന് രാത്രി ഉയർന്നു നിൽക്കുന്ന കരങ്ങളുടെ പുറകിൽ വെളിപ്പെടുന്ന ദൈവസാന്നിധ്യത്തിന്റെ പുറകിൽ ഇതുവരെ കണ്ടിട്ടില്ലാത്ത ദൈവപ്രവർത്തികൾ ഈ സദസ്സിന് നടുവിൽ ചെയ്യുവാൻ നാഥന്റെ കരം ഉയരുന്ന രാത്രിയാണ്. ഒരുമിച്ച് എന്റെ പിൻപിലിരിക്കുന്ന കർത്തൃദാസന്മാരും എന്റെ മുൻപിലിരിക്കുന്ന ദൈവമക്കളും അല്പ മിനിറ്റുകൾ ആത്മാവിൽ പോരാടി പ്രാർത്ഥിക്കട്ടെ. കൈവെക്കാതെ രോഗികൾ ഇന്ന് രാത്രി ഇതിനകത്ത് സൗഖ്യമാകണം. കടുങ്കെട്ട് വീണ ചില കുടുംബ ബന്ധനങ്ങളെ ഈ രാത്രി കർത്താവിന്റെ കരം അഴിച്ചെടുക്കണം. നാളെ നടത്തുവാൻ ഇരുട്ടിന്റെ ശക്തികൾ ഇതിനകത്ത് ചില വ്യക്തികൾക്ക് നേരെ ഒരുക്കി വെച്ചിരിക്കുന്ന കണികൾ ഇന്ന് രാത്രി അഴിഞ്ഞു മാറണം. ചില കുടുംബങ്ങളെ ഭരിക്കുന്ന ശാപത്തിന്റെ ശക്തികളുടെ മേൽ കാൽവറിയിലെ രക്തത്തിന്റെ ജയം വ്യാപരിക്കുന്ന രാത്രിയാകണം. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ അതിന്റെ രാത്രി സംഭവിക്കട്ടെ. സ്വർഗത്തിലും ഭൂമിക്കും നാഥനായ നസറേയനായ യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ പാമ്പുകളെയും തേളുകളെയും ശത്രുവിന്റെ സകല ബലത്തെയും ചവിട്ടുവാൻ ഞാൻ നിങ്ങൾക്ക് അധികാരം തരുന്നുവെന്ന് അരുളി ചെയ്തവന്റെ നാമത്തിൽ വാഴ്ചകളെയും അധികാരങ്ങളെയും ആയുധവർഗം വയ്പ്പിച്ച് അവയെ കാൽവറിയിൽ പരാജയപ്പെടുത്തിയവന്റെ നാമത്തിൽ സിംഹത്തിന്മേലും അണലിമേലും ചവിട്ടി ബാലസിംഹത്തെയും പെരുമ്പാമ്പിനെയും മെതിച്ചു കളയുന്നവന്റെ നാമത്തിൽ ഈ ഗ്രൗണ്ടിൽ അടയാളത്തോടെ ചില ദൈവപ്രവർത്തികൾ സംഭവിക്കേണ്ടതിന് പരിശുദ്ധാത്മാവിന്റെ കനത്ത പ്രവാഹത്തിനായി ഈ രാത്രി യോഗത്തെ ഞങ്ങൾ പ്രാർത്ഥിച്ചു വേർതിരിക്കുന്നു. ദൈവാത്മാവ് ചെയ്യുവാൻ തുടങ്ങുന്നത് കൊണ്ട് സ്തോത്രം. യേശുവിൻ നാമത്തിൽ തന്നെ കരങ്ങളൊന്ന് ഉയർത്തി കർത്താവിന് സ്തോത്രം ചെയ്താട്ടെ. ഒരിക്കൽ കൂടെ ശബ്ദം ഉയർത്തി കർത്താവിനെ മഹത്വപ്പെടുത്താം. തികച്ചും ഏകാഗ്രതയോടെ വളരെ പ്രാർത്ഥനയോടെ ഇന്ന് രാത്രി നമുക്ക് ദൈവസന്നിധാനത്തിലായിരിക്കാം. ആ ദൈവത്തിന്റെ വചനം ഒന്ന് കരങ്ങൾ ഉയർത്തി സ്തോത്രം ചെയ്യാമോ? ആ വേദപുസ്തകം ഒന്ന് കരങ്ങൾ ഉയർത്തി സ്തോത്രം ചെയ്യാമോ? ഇതുമായി ഇന്ന് രാത്രി യോഗത്തിന് വരാൻ ദൈവം നമുക്ക് ഭാഗ്യം നൽകിയത് ഓർത്ത് ആത്മനിറവ് പ്രാപിച്ച ദൈവമക്കളുടെ അധരം സ്തുതിയാൽ നിറയുന്ന രാത്രിയാകട്ടെ. നമ്മെപ്പോലെ ഇന്ന് രാവിലത്തെ പ്രഭാതം കണ്ട പലരും മൂക്കിൽ പഞ്ഞി വെച്ച് അടുത്ത മോർച്ചറികളിൽ ശവസംസ്കാരം കാത്തിരിക്കുമ്പോൾ ആരോഗ്യത്തോടെ ഈ സന്ധ്യയിൽ നമ്മുടെ കണ്ണിനെ കണ്ണുനീരിൽ നിന്ന്, നമ്മുടെ കാലിനെ ഇടർച്ചയിൽ നിന്ന്, നമ്മുടെ ജീവനെ മരണത്തിൽ നിന്ന് സൂക്ഷിച്ച നാഥന്റെ മുൻപിൽ ആരോഗ്യത്തോടെ ഇരുന്ന് ആരാധിപ്പാൻ ദൈവം നമ്മെ കൂട്ടിക്കൊണ്ടുവന്നത് നമ്മുടെ കരുത്തല്ല, ദൈവത്തിന്റെ കൃപയാണ് എന്ന് തിരിച്ചറിയുന്ന ദൈവമക്കൾ സ്തോത്ര സ്വരത്തോടെ ദൈവസന്നിധാനത്തിലായിരിക്കുക. ഏറ്റവും ശ്രദ്ധേയമായ വെളിപ്പാട് പുസ്തകത്തിലെ മനോഹരമായ ഒരു ചിത്രീകരണത്തിലേക്ക് എന്റെ ശ്രോതാക്കളെ ഞാൻ ഇന്ന് രാത്രിയിൽ ക്ഷണിക്കുകയാണ്. വെളിപ്പാട് പുസ്തകത്തെക്കുറിച്ചോ അതിൻ്റെ വേദശാസ്ത്ര പ്രാധാന്യത്തെ സംബന്ധിച്ചോ
പുസ്തക പശ്ചാത്തലം ഒന്നും ഞാൻ പരാമർശിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നില്ല. ഈജിയൻ ആഴി അവിരാമം അലയടിച്ചുയരുന്ന തിരമാലകൾക്ക് നടുവിൽ പത്മോസ് ഒരുക്കിയ ആ ഏകാന്തമായ പശ്ചാത്തലത്തിൽ നാടുകടത്തപ്പെട്ട യോഹന്നാൻ കർത്തൃദിവസത്തിൽ ആത്മവിവശനായി വെള്ളിത്തിരയിൽ ചിത്രങ്ങൾ എന്നതുപോലെ ഭാവികാല ദൈവിക കാര്യപരിപാടികൾ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ പ്രവചന മർമ്മങ്ങളുടെ ശൃംഖലകൾ അഴിഞ്ഞു വീഴുന്ന വെളിപ്പാട് സാഹിത്യത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട അധ്യായങ്ങളിൽ ഒന്നായ 8-ാം അധ്യായത്തിലെ ഒരു ദൃശ്യം, ഇരിക്കുന്നത് യോഗ ഗ്രൗണ്ടിൽ കസേരയിലാണെങ്കിലും നിങ്ങളുടെ കണ്ണുകൾ ഉയർത്തി എന്നോടൊപ്പം ഒരു സെക്കൻഡ് ആ രംഗത്തേക്ക് നിങ്ങളുടെ കണ്ണുകളൊന്ന് വരണം. ഇന്ന് രാത്രി നിങ്ങൾ ശ്രദ്ധിക്കുക. 1-ാം അധ്യായത്തിൽ ദൈവപുത്രന്റെ ആളത്വത്തിന്റെ അംഗവർണ്ണനയാണ്. 2, 3 അധ്യായങ്ങൾ 7 സഭകളുടെ ചിത്രമാണ്. 4-ാം അധ്യായം, 5-ാം അധ്യായം, 6-ാം അധ്യായം, 7-ാം അധ്യായം, 8-ാം അധ്യായം ഇവ ഇന്റർലിങ്കിലുള്ളതാണ്. ഇതിൽ 4-ാം അധ്യായം മുതൽ കാണുമ്പോൾ അവിടെ 5-ലേക്ക് വരുമ്പോൾ ഒരു ദർശനം ചിത്രീകരിച്ചിട്ടുണ്ട്. അതിൽ 4-ൽ കാണുന്നത് സ്വർഗസിംഹാസനത്തിന്റെ ചിത്രമാണ്. സ്വർഗസിംഹാസനത്തിന്റെ ചിത്രം ഇങ്ങനെയാണ് അവിടെ വിശദീകരിച്ചിരിക്കുന്നത്. ഉടനെ ഞാൻ ആത്മാവിവശനായി സ്വർഗത്തിൽ ഒരു സിംഹാസനം വെച്ചിരിക്കുന്നതും അതിൽ ഒരുത്തൻ ഇരിക്കുന്നതും കണ്ടു. ഇരിക്കുന്നവൻ കാഴ്ചയ്ക്ക് സൂര്യകാന്തത്തിനും പത്മരാഗത്തിനും സദൃശ്യൻ. കാഴ്ചയ്ക്ക് സിംഹാസനസ്ഥന്റെ തലയ്ക്കുമീതെ മരതകത്തിന് തുല്യമായ ഒരു പച്ചവില്ല്. സിംഹാസനത്തിന്റെ മുൻപിൽ ഒരു പളുങ്കിന്നൊത്ത കണ്ണാടിക്കടൽ. സിംഹാസനത്തിന് മുൻപിലും സിംഹാസനത്തിന് ചുറ്റിലും 4 വിചിത്ര ജീവികൾ. ഓരോ ജീവികൾക്ക് ഓരോരോ വ്യത്യസ്ത മുഖം. സിംഹാസനത്തിന് നടുവിൽ ഒരു കുഞ്ഞാട് അറുക്കപ്പെട്ടതുപോലെ നിൽക്കുന്നു. സിംഹാസനത്തെ ചുറ്റിച്ചുഴന്ന് കെരൂബുകളും സറാഫുകളും നിൽക്കുന്നു. സിംഹാസനത്തിന് പരിവൃതമായി 24 സിംഹാസനങ്ങൾ. അതിൽ വെള്ളയുടുപ്പ് ധരിച്ച് തലയിൽ പൊൻകിരീടം വഹിച്ച 24 മൂപ്പന്മാർ. സിംഹാസനത്തിന് മുൻപിൽ ഒരു ധൂപതേ യാഗപീഠം കനൽക്കട്ടകളാൽ എരിഞ്ഞുകൊണ്ടിരിക്കുന്നു. ഇപ്പോൾ 8-ാം അധ്യായത്തിലേക്ക് ഇങ്ങനെയാണ് വരുന്നത്. ദൈവത്തിന് സ്തോത്രം. ഞാൻ സിംഹാസനത്തിന് മുൻപിൽ ഇതാ ഒരു ദൂതനെ കാണുന്നു. ആ പ്രത്യേക ദർശനം നിങ്ങൾ ശ്രദ്ധിക്കുക. ദൂതന്റെ കയ്യിൽ ഒരു ധൂപകലശമുണ്ട്. നിങ്ങൾ ഇന്ന് രാത്രി ശ്രദ്ധിച്ചേ. ഇവിടെ എത്രയോ സിംഹാസനങ്ങൾ, ലോകത്തെ കിടുകിട വിറപ്പിച്ച സാമ്രാട്ടുക്കളുടെ സിംഹാസനങ്ങൾ, അതൊക്കെ ശ്വാസം അസ്തമിച്ചപ്പോൾ കല്ലറയിലേക്ക് ഒഴിഞ്ഞു. എന്നാൽ ഇന്ന് രാത്രി ഇത്രയും ദൈവമക്കൾ സ്തോത്രം ചെയ്തുകൊണ്ടിരിക്കുമ്പോഴും നിയന്ത്രണം ഏറ്റെടുത്തിട്ട് അധികാരത്തോടെ കസേരയിലിരിക്കുന്ന ഒരു ജഡ്ജി നമ്മുടെ തലയ്ക്ക് മുകളിൽ ഉണ്ടെന്ന് വിശ്വസിക്കുന്ന ദൈവമക്കൾ കണ്ണുയർത്തിയിട്ട് പറ, ആ ഇരിക്കുന്നത് മറ്റാരുമല്ല, എൻ്റെ അപ്പച്ചനാണ് ആ സിംഹാസനത്തിൽ ഇരിക്കുന്നത്. എൻ്റെ വാക്കിനോ എൻ്റെ ഭാഷാപ്രയോഗത്തിനോ എൻ്റെ പദശൈലികൾക്കോ വിശദീകരിക്കാൻ കഴിയാത്തത്ര വർണ്ണോജ്വലമായ രംഗമാണത്. തീ ജ്വലിക്കുന്ന ഒരു സിംഹാസനം, തീ ജ്വലിക്കുന്ന ഒരു സിംഹാസനം. ആ സിംഹാസനസ്ഥന്റെ രൂപം എങ്ങനെയുണ്ട്? ആ പുരുഷകേസരിയുടെ ആളത്വം എങ്ങനെയുണ്ട്? അവന്റെ ദേഹം ഗോമേതകം പോലെയും അവന്റെ അതേ ദേഹം മിന്നൽ പ്രകാശം പോലെ. അപ്പൊ ഗോമേതക രത്നവും മിന്നൽ പ്രകാശ വർണ്ണവും ഒക്കെ ഒന്നിച്ചു ചേർന്ന, പത്മരാഗ രത്നമൊക്കെ ഒന്നിച്ചേർന്ന ദിവ്യപ്രകാശം ഇങ്ങനെ സങ്കലിച്ച് ആ തേജസ്സിൽ മുങ്ങിക്കുളിച്ച് ഒരു പുരുഷ രൂപം അങ്ങനെ ഇരിക്കുകയാണ് ഈ സിംഹാസനത്തിൽ. ഈ സിംഹാസനത്തിൽ ഇരിക്കുന്നയാൾ തീ ജ്വലിച്ചു നിൽക്കുന്ന ഒരാൾ രൂപമാണ്. ആ സിംഹാസനസ്ഥന്റെ തലയ്ക്ക് മീതെ മരതക രത്നം, പച്ചരത്നം വൃത്താകൃതിയിൽ ഇങ്ങനെ ജ്വലിച്ച് കത്തുകയാണ്. അപ്പോൾ ഉയർന്നു നിൽക്കുന്ന ഒരു അത്യുഗ്ര ഭയാനകമായ സിംഹാസനം. ആ സിംഹാസനത്തിൽ ഇരിക്കുന്ന രത്നരൂപിയായ ഒരു തേജോരൂപമായ പുരുഷകേസരി. ആ സിംഹാസനസ്ഥന്റെ തലയ്ക്ക് മീതെ വർണ്ണോജ്വലമായി ജ്വലിക്കുന്ന ഒരു മരതകരത്ന പ്രകാശധാര. അതിന്റെ മുൻപിലൂടെ അനർഗള നിർഗളമായി ഒഴുകുന്ന ഒരു കണ്ണാടിക്കടൽ. സ്തോത്രം. നോക്കൂ, ആ സിംഹാസനത്തിന് മുൻപിൽ ഒരു ദൂതൻ നിൽക്കുന്നു. അദ്ദേഹത്തിന്റെ കൈകളിൽ ഒരു ധൂപകലശമുണ്ട്. ആ ധൂപകലശത്തിൽ ഒരു അസംസ്കൃത വസ്തു കിടക്കുന്നു. അത് മറ്റൊന്നുമല്ല, വിശുദ്ധന്മാരുടെ പ്രാർത്ഥന. അതിനകത്തെ വസ്തു വിശുദ്ധന്റെ പ്രാർത്ഥന. അതിനകത്തേക്കിടാൻ ദൂതന്റെ കയ്യിലേക്ക് ഇതാ സിംഹാസനത്തിന് മുൻപിലെ സ്വർണപീഠത്തിൽ നിന്ന് ആ ധൂപകലശത്തിൽ നിന്ന് അഗ്നികഷണങ്ങൾ കൂടെ ലഭ്യമായി കഴിഞ്ഞു. അപ്പോൾ ധൂപകലശം നിറയുന്നു. ദൂതന്റെ കയ്യിൽ ഇരിക്കുന്ന ധൂപകലശം പുകയാൻ തുടങ്ങി. ക്രമേണ ദൂതൻ ധൂപകലശമെടുത്ത്
കൈകളിൽ ഈ ധൂപകലശം ഒന്ന് ഉയർത്തിയിട്ട് താഴെ ഭൂമിയിലേക്ക് എറിയുന്നു. അതോടെ മിന്നൽ, നാദം, ഇടിമുഴക്കം, ഭൂകമ്പം ഇവയുണ്ടാകുന്നു. ഇന്ന് പകൽ ശ്രദ്ധിക്കുക, ഇതിന് പ്രാവചനിക അർത്ഥമുണ്ടെങ്കിലും ഞാൻ ഇന്ന് പകൽ രാത്രിയിൽ വിശ്വസിക്കുന്ന ദൈവമക്കളുടെ നടുവിൽ വിളിച്ചു പറയട്ടെ, നിന്റെ പ്രാർത്ഥനയുടെ ധൂപകലശത്തിൽ സ്വർഗത്തിന്റെ തീ തൊട്ടാൽ അത്ഭുതത്തിന്റെ പൊട്ടിത്തെറി ഇന്ന് രാത്രിയും നടത്താൻ കഴിവുള്ള ഒരു കരം, ഇതിന്റെ പുറകിൽ ചലിക്കുന്ന കാഴ്ച ആത്മാവിൽ കാണുന്ന ദൈവപൈതലേ, നിന്റെ പ്രാർത്ഥന വനരോധനമല്ല, അത് വാക്കുകളുടെ നയാഗ്രാപ്രവാഹമല്ല, അത് ഭാഷയുടെ കുത്തൊഴുക്കല്ല. ഇരിക്കുന്ന ഇരിപ്പിൽ ഉയരുന്ന പ്രാർത്ഥനയുടെ പുറകിൽ ദൈവശക്തിയുടെ അഗ്നിസ്പർശനം സംഭവിച്ചാൽ അന്ധകാര ശക്തികളെ തകർക്കുന്ന, നരകത്തെ വിറപ്പിക്കുന്ന, പാതാള ശക്തികളെ ആയുധം വെപ്പിക്കുന്ന, ശാപത്തിന്റെ കെട്ടുകളെ മുറിക്കുന്ന, ഇരുട്ടിന്റെ ചങ്ങലയെ തകർക്കുന്ന വലിയൊരു ദൈവിക വിടുതലിന്റെ പ്രക്രിയ പ്രാർത്ഥനയുടെ പുറകിൽ സംഭവിക്കുന്നു. അത് തിരിച്ചറിയുന്ന ദൈവമക്കളാണ് ഇന്ന് രാത്രിയിലൂടെ പ്രാർത്ഥനയിൽ പോരാടിക്കൊണ്ടിരിക്കുന്നത്. നാളെ നടത്താൻ നിനക്ക് നേരെ ഇരുട്ടിന്റെ ശക്തികൾ ഒരുക്കി വെച്ചിരിക്കുന്ന കണികളെ ഇന്ന് രാത്രി ഇവിടെ ഇരുന്ന് മുറിക്കാനുള്ള അധികാരം പ്രാർത്ഥിക്കുന്ന നിന്റെ നാവിൽ ദൈവാത്മാവ് പകർന്നിട്ടുണ്ടെന്നും, അത്ഭുതങ്ങളുടെ ദൈവം മരിച്ചിട്ടില്ലെന്നും, തലയിൽ പൂഴി വാരിയിട്ട് നിലവിളിക്കുന്ന ഒരു മൊർദെഖായിയും മുട്ടുമടക്കി കരയുന്ന ഒരു എസ്തേറുമുണ്ടെങ്കിൽ, ഒരു രാജ്യത്തിന്റെ ഭാവിയെ തിരിച്ചു കുറിക്കാൻ, ഒരു ഭരണകൂടത്തെ തിരിച്ചു കുറിക്കാൻ എന്റെ ദൈവത്തിന്റെ കരമെഴുന്നേറ്റെങ്കിൽ, പ്രാർത്ഥിക്കുന്ന നീ ഇന്ന് രാത്രി ആത്മമണ്ഡലത്തിൽ ജാഗരിക്കാൻ നിന്റെ അധരം വിട്ടുകൊടുത്താൽ, വിശ്വസിക്കുന്ന ദൈവപൈതലേ, ഇതുവരെ കാണാത്ത അത്ഭുതത്തിനുള്ള സ്ഫോടനങ്ങൾ ഇന്ന് രാത്രി 9 മണിക്ക് ഈ യോഗം പ്രാർത്ഥിച്ച ആശീർവാദം പറയുന്നതിന് മുൻപ് നീ കണ്ടെഴുന്നേൽക്കത്തക്ക വിധം ആ കരം നിനക്കായി ചലിക്കുന്ന കാഴ്ച ഇന്ന് രാത്രി തിരിച്ചറിഞ്ഞിട്ട് വിളിച്ചു പറ, ഞാൻ ഈ രാത്രി കാണുന്നു എന്റെ പ്രാർത്ഥനയുടെ രൂപകലശത്തിൽ സ്വർഗത്തിന്റെ തീ വ്യാപരിക്കുന്നു. സാധാരണ ആളുകളെ തൂക്കിക്കൊല്ലാൻ 10 മുഴം ഉയരത്തിലുള്ള തൂക്കുമരം മതി. പക്ഷേ മൊർദെഖായിയെ തൂക്കിക്കൊല്ലാൻ 60 മുഴത്തിൽ ഉയരമാണ് പടർന്നിരിക്കുന്നത്. ഉയർന്നു നിൽക്കുന്ന ശൂശൻ രാജവീഥിയിൽ ഹാമാന്റെ വീടിന്റെ മുൻപിലെ ഉയർന്നു നിൽക്കുന്ന 60 മുഴം ഉയരത്തിലെ ഈ കഴുകുമരത്തിന്റെ ഉദ്ദേശം എന്താ? ഹാമാനെ, ഇത്രയുള്ള ഉദ്ദേശം. ഞാൻ ചെല്ലുമ്പോൾ വാച്ചറായി അവൻ എഴുന്നേൽക്കുന്നില്ല, അതെനിക്ക് അപമാനം. അങ്ങനാണെങ്കിൽ ഇത്രയും ഉയരത്തിൽ ഈ പ്രതലത്തിൽ അവൻ തൂങ്ങിക്കിടക്കുന്നത് ഈ നാട് മുഴുവൻ കാണണം. നീ അപമാനിക്കപ്പെടുന്നത് ഈ നാട് മുഴുവൻ കാണണം എന്നാണ് നിനക്കെതിരെ ഉയരുന്ന കരത്തിന്റെ ഉദ്ദേശമെങ്കിൽ, അവൻ ഒരുക്കിയ കഴുകുമരം അവന്റെ കഴുത്തിലേക്ക് തന്നെ തിരിയത്തക്ക വിധം പ്രവർത്തിക്കാൻ കഴിവുള്ള ഒരു കരം ഇന്ന് രാത്രി നിന്റെ പ്രാർത്ഥനയുടെ പുറകിലുണ്ട് എന്ന് തിരിച്ചറിയുന്ന ദൈവമക്കൾ ഇവിടെ ഇരുന്ന് കണ്ണുകൾ ഉയർത്തിക്കാണ്. അവൻ മരിച്ചിട്ടില്ല, അവൻ മൗനവ്രതത്തിലല്ല, അവൻ അനങ്ങാപ്പാർന്നയം സ്വീകരിച്ചിരിക്കുകയല്ല, അവൻ പാതി വിശ്രമത്തിലല്ല. നിന്റെ കണ്ണുനീർത്തുള്ളികൾ നിലത്ത് വീഴുമ്പോൾ നടപടിയെടുക്കാൻ കഴിവുള്ള ഒരു സർവാധികാരി ഇന്ന് രാത്രി ഉയരത്തിലുണ്ടെന്ന് തിരിച്ചറിയുന്ന ദൈവമക്കൾ കണ്ണുയർത്തി കാണുക. അവൻ ഉയരത്തിൽ സിംഹാസനത്തിലുണ്ട്. ജീവിതത്തിൽ പ്രത്യേക ഉദ്ദേശം ഒന്നുമില്ലാത്ത സാഹചര്യത്തിൽ പോലും പ്രാർത്ഥനയുടെ നിയോഗം ഏറ്റെടുത്തിട്ടുള്ള ദൈവമക്കൾ ഇതിനകത്തുണ്ടോ? നീ ചിലവഴിക്കുന്ന സമയം നഷ്ടമല്ല. ഒരിക്കൽ ഒരു ഭക്തനായ കർത്തൃദാസൻ ഇംഗ്ലീഷ് ചാനൽ കടന്നു പോകുന്ന ഒരു നേവിയുടെ കപ്പലിൽ 2ാം ലോകമഹായുദ്ധകാലത്ത് വിശ്രമിക്കുന്നു. ഗാഠമായ ഉറക്കമാണ്. ഉറക്കത്തിനിടയിൽ ആരോ തന്നെ തട്ടി ഉണർത്തുന്നത് പോലെ, എഴുന്നേറ്റിരുന്ന് കപ്പലിൻ്റെയും നിന്റെയും സുരക്ഷിതത്വത്തിനായി പ്രാർത്ഥിക്കുക എന്നൊരു ശബ്ദം. താൻ എഴുന്നേറ്റിരുന്ന് പ്രാർത്ഥിക്കാൻ തുടങ്ങി. ചില മിനിറ്റുകളിൽ പ്രാർത്ഥന കഴിഞ്ഞപ്പോൾ ഒരു മനസ്സിന് ശാന്തത തോന്നിയതുകൊണ്ട് കയറിക്കിടന്നു. ഞാനിന്ന് രാത്രി ഈ വചനം കേൾക്കുന്നവരിൽ നിങ്ങളോടും ഈ മീഡിയയിലൂടെ എന്നെ ശ്രദ്ധിക്കുന്ന സുഹൃത്തെ, നിന്നോട് ഞാൻ പറയട്ടെ, പ്രതീക്ഷിക്കാത്ത ജീവിതത്തിൻ്റെ വൈതരണി ഘട്ടങ്ങൾ, നിനക്കെതിരെ ഇരമ്പിയെടുക്കാൻ തുടങ്ങുന്ന പോരാട്ടങ്ങളെ ഒഴിച്ചു മാറ്റാൻ നിന്റെ നാവിനെ പ്രാർത്ഥനയ്ക്കായി ഉപയോഗിക്കേണ്ടതിന് അറിയാത്ത ആത്മനിയോഗത്തോടെ നിന്നെ പ്രാർത്ഥനാ മുറിയിലേക്ക് വലിച്ചിഴയ്ക്കുന്ന ഒരു ആത്മവ്യാപാരം അനുഭവിച്ചറിയുന്ന ഒരു ദൈവപൈതൽ ഇതിനകത്തുണ്ടെങ്കിൽ നിന്റെ പ്രാർത്ഥന വൃഥാവല്ല. അപ്പോൾ ചലിക്കുന്ന അധരത്തിൻ്റെ പുറകിൽ അധികാരം വ്യാപരിക്കുന്നുണ്ടെന്നും
എതിരെ ഒരുക്കി വെച്ചിരിക്കുന്ന ഏതോ കണികളെ മുറിക്കാൻ എന്റെ ദൈവത്തിന്റെ കരം എന്റെ പുറകിൽ ചലിക്കുന്നുണ്ടെന്നും തിരിച്ചറിയുന്ന ദൈവവൈതലേ, ഉണരുക. നിന്റെ പ്രാർത്ഥനയുടെ പുറകിൽ ദൈവശക്തി വ്യാപരിക്കട്ടെ. ചില മിനിറ്റുകൾ കിടന്നുറങ്ങിക്കഴിഞ്ഞപ്പോൾ ആരോ പെട്ടെന്ന് തന്റെ കതകിന് മുട്ടുന്നു. സാർ സാർ സാർ, എഴുന്നേൽക്കണം എഴുന്നേൽക്കണം. തന്റെ സ്നേഹിതനായിരുന്നു ആ കപ്പലിന്റെ ക്യാപ്റ്റൻ. അദ്ദേഹം പറയുകയാണ്, സാർ, ചില മിനിറ്റുകൾക്ക് മുൻപ് ഈ കടലിൽ കൂടെ ബോള് പോലൊരു സാധനം ഒഴുകി നടന്നു. ഒരവശിഷ്ടമാണെന്നാണ് വിചാരിച്ചേ, പക്ഷെ അതൊരു ബോംബായിരുന്നു. അത് തൊട്ട് പുറകിൽ വന്ന കപ്പലിനോട് ഉരസി ആ കപ്പൽ രണ്ടായി മുറിഞ്ഞ് പൊട്ടിത്തെറിയോടെ കടലിലേക്ക് ഇറങ്ങുന്നു. നമ്മൾ രക്ഷപ്പെട്ടു. അപ്പോൾ ഈ ദൈവദാസന്റെ കാര്യം മനസ്സിലായി. താൻ ഗാഠമായി ഉറങ്ങിയപ്പോൾ എഴുന്നേറ്റിരുന്ന് പ്രാർത്ഥിക്കാൻ നിയോഗം നൽകിയത് മനുഷ്യന്റെ കരമല്ല, എൻ്റെ ദൈവത്തിന്റെ കരമാണെങ്കിൽ ഇന്ന് രാത്രി ഈ വചനം കേൾക്കുന്ന പരിശുദ്ധാത്മ നിയോഗത്തോടെ ഈ വചനം കേൾക്കുന്ന കർത്തൃദാസ, നിന്റെ സഭയ്ക്കെതിരെ, നിന്റെ ശുശ്രൂഷയ്ക്കെതിരെ, നിന്റെ സാക്ഷ്യത്തിനെതിരെ അഭയിൽ ഭിന്നതയുളവാക്കാൻ, നിന്റെ കുടുംബജീവിതത്തിനെതിരെ, നിന്റെ ദാമ്പത്യ ബന്ധത്തിനെതിരെ, നിന്റെ തലമുറയുടെ വാഗ്ദത്വത്തിനെതിരെ, നിന്റെ മേൽ വ്യാപരിക്കുന്ന അഭിഷേകത്തിനെതിരെ രണ്ട് കല്ലുകൾക്കിടയിൽ ഒരു ഗോതമ്പ് മണി അരകല്ലിൽ അരയുന്നത് പോലെ നിന്റെ മേൽ വ്യാപരിക്കുന്ന ദൈവകൃപയെ തകർത്ത് നിന്റെ കുടുംബത്തിന്റെ ഭാവി ഇരുളടയിപ്പിക്കാൻ എതിരെ പോരാടുന്ന ഇരുട്ടിന്റെ ശക്തികൾ പുറകിലുണ്ടെങ്കിലും എങ്കിലും ഈ അത്യന്ത ശക്തി എന്റെ സ്വന്തമെന്നല്ല, ഇത് ദൈവത്തിന്റെ ദാനമത്രയെന്ന് വരേണ്ടതിന് ഇതെനിക്ക് മൺപാത്രത്തിൽ വ്യാപരിക്കുന്നെന്ന് പറയുന്ന തിരിച്ചറിയുന്ന ദൈവമക്കൾ ഇന്ന് രാത്രി പ്രാർത്ഥനയുടെ ആത്മാവിനാൽ നിറയട്ടെ. ചില പ്രതികൂലങ്ങളെ അഴിച്ചു മാറ്റാൻ ദൈവത്തിന്റെ കരം ചലിക്കുന്നു. ഈ രാത്രി ഉണരുക. പ്രാർത്ഥനയുടെ ആത്മാവിൽ നിറയുവാൻ ദൈവാത്മാവ് രാത്രിയിലെ വ്യക്തികളെ തട്ടി ഉണർത്തുകയാണ്. ഗ്ലോറി, രക്തത്താൽ ചെയ്യും അഭിഷേകം പ്രാപിച്ച ഒരു ദൈവവൈതൽ ഇവിടെയുണ്ടെങ്കിൽ നീ ഇന്ന് രാത്രി ഇരിക്കുന്ന ഇരിപ്പിൽ ആത്മാവിൽ പോരാടിക്കൊണ്ടിരിക്കട്ടെ. ഈ രാത്രി പറയട്ടെ, പാതി ഉറക്കത്തിലേക്ക് പോയിരിക്കുന്നതിന്റെ ആത്മീയതയിൽ നിന്ന് പരിശുദ്ധാത്മാവ് ഇന്ന് രാത്രി നിന്നെ ഈ കൂടാരത്തിന് തലയിൽ തട്ടി ഉണർത്തുകയാണ്. ദൈവം നിനക്കുന്ന സാധ്യതകൾക്ക് നടുവിൽ നിന്നെ ബാധിച്ചിരിക്കുന്ന ആലസ്യത്തെ ഇന്ന് രാത്രി ദൈവാത്മാവ് തൊട്ടിക്കുളഞ്ഞ് എഴുന്നേൽപ്പിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നു. ഒരു കാലത്ത് നിന്റെ മേൽ വ്യാപരിച്ച ദൈവകൃപ ഇവിടെ, അന്ന് നിന്റെ മേൽ വ്യാപരിച്ച ആത്മഭാരം ഇവിടെ, രാത്രിയുടെ യാമങ്ങളിൽ തലവണമൊത്തി ദൈവസന്നിധിയിൽ നിന്ന് കരഞ്ഞ നിന്റെ പ്രാർത്ഥനയുടെ മണിക്കൂറുകൾ ഇവിടെ. ഇന്ന് ആരാധന നടക്കുമ്പോഴും നിന്റെ മനസ്സ് പൂമ്പാറ്റയെ പോലെ മറ്റു പല മേഖലകളിലെയും ലോകത്തിന്റെ മധു നുകരാൻ പറന്ന് നടക്കുന്ന കാഴ്ച പരിശുദ്ധാത്മാവ് ഇന്ന് രാത്രി കണ്ടുകൊണ്ടിരിക്കുന്നു. ഓർക്കുക, ഉറക്കം അപകടകരമാണ്. നിന്റെ ആലസ്യത്തിൽ അനർത്ഥം നിന്നെ കാത്തു നിൽക്കുന്നു. അപ്രതീക്ഷിതമായ ചില അനർത്ഥങ്ങൾ നിന്റെ ആലസ്യത്തിന്റെ പുറകിൽ നിന്നെ കാത്തു നിൽക്കുന്ന കാഴ്ച ഇന്ന് രാത്രി കാണുന്ന ഒരു വ്യക്തി ഇതിനകത്തുണ്ടെങ്കിൽ നോക്കുക, ദൈവത്തിന് സ്തോത്രം. കരുത്തനായ ശിംശോന്റെ ഉറക്കം അവന്റെ ശക്തിയെ ചോർത്തിക്കളഞ്ഞുവെങ്കിൽ സ്തോത്രം സ്തോത്രം സ്തോത്രം, ഹല്ലേലൂയ. ഇന്ന് രാത്രി പ്രാർത്ഥിക്കുന്നു, നിന്റെ ഉറക്കം അപകടത്തിന്മേൽ വരുത്തി വയ്ക്കുമെന്ന് മനസ്സിലാക്കി ഈ രാത്രി ദൈവാത്മാവ് നിന്നെ കുലുക്കി ഉണർത്തുന്നു. നിന്റെ പ്രാർത്ഥനയുടെ പടവാൾ വലിച്ചൂരുക. അഭിഷേകത്തിന്റെ ശക്തിയോടെ ആഞ്ഞു വീശുക. ഇരുട്ടിന്റെ ശക്തികൾക്ക് നേരെ നടന്നെടുക്കുക. അന്ധകാരത്തിന്റെ ചങ്ങലകൾ പൊട്ടിത്തകരട്ടെ. പ്രാർത്ഥിക്കുന്ന നിന്റെ മേൽ അധികാരം ഈ രാത്രി വ്യാപരിക്കുന്നു. Glory, hallelujah. അറുക്കപ്പെട്ട കുഞ്ഞാടിന് മഹത്വം, അറുക്കപ്പെട്ട കുഞ്ഞാടിന് മഹത്വം, അറുക്കപ്പെട്ട കുഞ്ഞാടിന് മഹത്വം. ഇന്ന് രാത്രി ഒരു പ്രത്യേക ദൈവ സാന്നിധ്യത്തിലേക്ക് കൂടിവരുന്ന ദൈവാത്മാവ് നയിക്കുന്ന രാത്രിയാണ്. ദൈവത്തിന് സ്തോത്രം. തീയിൽ ചുള്ളി കത്തുന്നത് പോലെയും തീ കൊണ്ട് വെള്ളം തിളയ്ക്കുന്നത് പോലെയും സ്വർഗം കീറി ഇറങ്ങി വരുന്ന ദൈവ സാന്നിധ്യം ചില പ്രിയപ്പെട്ടവരുടെ ആ ഉച്ചി മുതൽ ഉള്ളം കാൽ വരെ ഈ ഗ്രൗണ്ടിൽ ബലത്തോടെ വ്യാപരിച്ചു കൊണ്ടിരിക്കുന്നു. മന്ത്രവാദത്തിനും ക്ഷുദ്രപ്രയോഗത്തിനും ആഭിചാരത്തിനും ഏലസിനും തകിടുകൾക്കും പ്രശസ്തി ആർജിച്ച എഫേസുസ് പട്ടണത്തെ അടക്കി വാഴുന്ന ആർത്തമീസ് മഹാദേവിക്ക് എത്ര ശക്തിയുണ്ടെങ്കിലും തുറന്നോസിന്റെ പാഠശാലയിലെ ചെറിയ സംഘത്തിൽ പുറപ്പെട്ട വചനത്തിന്റെ വ്യാപാര ശക്തിയാൽ 50,000 വെള്ളിക്കാശ് വിലയുള്ള മന്ത്രവാദ ഗ്രന്ഥങ്ങൾ കൂട്ടിയിട്ട് തീ കൊടുക്കത്തക്ക വിധം എഫേസോസിനെ അടക്കി വാണ ഡയാനയുടെ ശക്തിയെ ബന്ധിക്കാൻ അവിടെ വ്യാപരിച്ച അതേ ദൈവശക്തി ഇല്ലിക്കൽ ഗ്രൗണ്ടിന്റെ ഒടുവിലത്തെ രാത്രിയിൽ വിശ്വസിക്കുന്ന ദൈവമക്കൾക്ക് വേണ്ടി ഈ രാത്രി ബലത്തോടെ വ്യാപരിക്കുന്നു. ആത്മകണ്ണുകൾ ഉയർത്തി കാണുക. പ്രാർത്ഥനാ വിഷയത്തിന്മേൽ ദൈവത്തിന്റെ തീ തൊടട്ടെ. അത്ഭുതത്തിന് പൊട്ടിത്തെറികളോടെ നീ എഴുന്നേൽക്കുവാൻ. ദൈവത്തിന് സ്തോത്രം, ഹല്ലേലൂയ. ഒരു വിശുദ്ധന്റെ യഥാർത്ഥ പ്രാർത്ഥന അങ്ങനെ സ്വർഗത്തെ ചലിപ്പിക്കുന്ന, നരകത്തെ വിറപ്പിക്കുന്ന, പാതാള ശക്തികളെ ആയുധം വെപ്പിക്കുന്ന യഥാർത്ഥ പ്രാർത്ഥനയുടെ അടിസ്ഥാനം നമുക്ക് കാണുവാൻ കഴിയുന്നത് നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവിൻ്റെ പഠിപ്പിക്കലിലാണ്. ശരിക്കും
എൻ്റെ ക്രിസ്തീയ ശുശ്രൂഷയിലും ജീവിതത്തിലും എന്നെ ഏറെ സ്വാധീനിച്ച ഒരു ഭാഗമാണ് ചരിത്രപ്രസിദ്ധമായ ഗിരിപ്രഭാഷണം. പഴയ നിയമത്തിൽ ഒരു മലയും ഒരു വ്യക്തിയുമാണ് യഹൂദന് ഏറ്റവും പ്രധാനപ്പെട്ടത്. പുതിയ നിയമത്തിൽ ഒരു മലയും ഒരു വ്യക്തിയുമാണ് സഭയ്ക്ക് ഏറ്റവും പ്രധാനപ്പെട്ടത്. പഴയ നിയമത്തിലെ ആ മല സീനായി മലയും, പഴയ നിയമത്തിലെ ഏറ്റവും പ്രിയങ്കരനായ വ്യക്തി പഴയ നിയമത്തിൻ്റെ മധ്യസ്ഥനായ മോശയുമാണെങ്കിൽ, പുതിയ നിയമത്തിലെ ആ മല കാൽവറി മലയും നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ടത് നമുക്ക് വേണ്ടി യാഗമായി തീർന്ന ദൈവകുഞ്ഞാടുമാണ്. പഴയ നിയമത്തിലെ മലയിൽ മേഘം, അന്ധതമസ്, കൂരിരുട്ട്, വാക്കുകളുടെ ശബ്ദം, ഇവയിൽ കത്തിക്കാളുന്ന തീയിൽ അയ്യോ ഞാനും പേടിച്ച് വിറയ്ക്കുന്നു എന്ന് മോശ പറയത്തക്ക വിധം അഗ്നിലിപികളിൽ സ്വർഗത്തിന്റെ കയ്യെഴുത്തിനാൽ ആ കയ്യെഴുത്ത് എഴുതി നൽകാൻ ഇറങ്ങി വന്നവൻ ആരോ അവൻ തന്നെ പുതിയ നിയമത്തിലെ ഒരു മലയിൽ കയറിയിരുന്ന് പഴയ നിയമത്തിൽ നൽകിയ ന്യായപ്രമാണത്തെ വ്യാഖ്യാനിച്ച് നൽകുന്ന ഭാഗമാണ് ദൈവസഭയുടെ മാഗ്ന കാർട്ട എന്നോ യേശുക്രിസ്തുവിന്റെ പ്രഭാഷണങ്ങളുടെ രത്നച്ചുരുക്കമെന്നോ യേശുക്രിസ്തുവിന്റെ ജീവിത തത്വസംഹിതയെന്നോ പുതിയ നിയമത്തിലെ രാജകീയ ന്യായപ്രമാണമെന്നോ വിശേഷിപ്പിക്കാവുന്ന ചരിത്ര പ്രസിദ്ധമായ ഗിരിപ്രഭാഷണം. ദൈവത്തിന് സ്തോത്രം. ദുരുപദേശങ്ങൾ പെരുകുന്ന ഒരു കാലഘട്ടമാണിത്. ആത്മീയതയെ അന്യം നിർത്തുന്ന ഒരു തലമുറ. ഉപദേശ സത്യങ്ങൾക്കെതിരെയുള്ള പ്രഭാഷണങ്ങൾ വേദിയെ പ്രകമ്പനം കൊള്ളിക്കുകയാണ്. എന്തുകൊണ്ടാണ് 750 രൂപയുടെ കള്ളനോട്ട് ഇല്ലാത്തത്? എന്തുകൊണ്ടാണ് 1000ന്റെ കള്ളനോട്ട് ഉള്ളത്? 750ന്റെ കള്ളനോട്ട് ചെലവാകാത്തത് എന്തുകൊണ്ടാണ്? 750ന്റെ കള്ളനോട്ട് ചെലവാകാത്തത് 750ന്റെ നല്ല നോട്ട് ഇല്ലാത്തത് കൊണ്ടാണ്. ഏറ്റവും കൂടിയ ടൈപ്പ് നോട്ടാണല്ലോ കൂടുതലും കള്ളനോട്ടായിട്ട് ഇറങ്ങുന്നത്, പ്രത്യേകിച്ച് 1000ൻ്റെതൊക്കെ. എന്നാ കാര്യം? കൃത്യമായി നല്ല നോട്ടിന്റെ അതേ ഭാവം കാണിക്കുമെങ്കിലും തനിനിറം മനസ്സിലാക്കാൻ അല്പം ബുദ്ധിമുട്ടുണ്ട്. ഇന്ന് രാത്രി പറയട്ടെ, വിശുദ്ധ ചിരി, കൊര, ഛർദി, ഊതി വീഴ്ത്തൽ, ഉന്തി വീഴ്ത്തൽ, ചിരി, ശാപം മുറിക്കൽ എന്നിത്യാദി വിശ്വാസ പ്രസ്ഥാനം, വിശ്വാസത്തിന്റെ 4ാം മാനം, ഇങ്ങനെയുള്ള നിരവധി ദുരുപദേശങ്ങളുടെ കള്ളനോട്ടുകൾ ഉയരുന്ന ഈ കാലത്ത് ഇതിനു മുൻപിൽ നല്ല നോട്ടുണ്ടെന്ന് തിരിച്ചറിയത്തക്ക വിധത്തിൽ ദൈവശക്തി പ്രാപിച്ചവരാ എന്റെ മുൻപിൽ നിൽക്കുന്ന ദൈവമക്കൾ. ഈ രാത്രി പറയട്ടെ, സെഹിയോൻ മാളിക മുറിയിൽ വ്യാപരിച്ച ദൈവശക്തിയുടെ വ്യാപാരം ഇന്ന് രാത്രി നിന്നുപോയിട്ടില്ലെന്നും അത് കെ.ഇ. എബ്രഹാമിന്റെ മേലും പിതാക്കന്മാരുടെ മേലും വ്യാപരിച്ചതുപോലെ ഇന്ന് രാത്രി ഇല്ലിക്കൽ ഗ്രൗണ്ടിലും വ്യാപരിക്കുമെന്നും വിശ്വസിക്കുന്നതിന് ആമേൻ പറയുന്ന എത്ര ദൈവമക്കൾ ഇവിടെയുണ്ട്? കരിമൂർഖൻ കടിച്ച റാഹേലമ്മയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുമ്പോൾ കൈയെടുത്ത് കയ്യിൽ വെച്ച് അന്യഭാഷ പറയുന്ന കെ.ഇ. എബ്രഹാം കുറിക്കുന്ന വാക്കുകൾ ഇങ്ങനെയാണ്: എന്റെ വായിൽ വ്യാപരിച്ച അന്യഭാഷ കൊണ്ട് കരിമൂർഖന്റെ വിഷം ഒഴുകി നിറക്കുന്ന റാഹേലമ്മയുടെ രക്തധമനികളെ ദൈവാത്മാവ് വിടുവിക്കുന്ന കാഴ്ച ഞാൻ ആത്മാവിൽ കാണുകയായിരുന്നു. ഇന്ന് രാത്രി കൈകെട്ടിയിരുന്ന് ഉറങ്ങിയിട്ട് എഴുന്നേറ്റ് പോകുന്ന രാത്രിയാകരുത്. നിന്റെ നാവിൽ പ്രാർത്ഥന ഉയർന്നിട്ട് നിന്റെ നാവിൽ ഉയരുന്ന ആത്മാവിന്റെ പോരാട്ടം കൊണ്ട് നിനക്കെതിരെയുള്ള ഇരുട്ടിന്റെ കോട്ടകളെ ദൈവാത്മാവ് ബന്ധിക്കുന്ന കാഴ്ച നീ ഇന്ന് രാത്രി ഇവിടുന്ന് ആത്മാവിൽ കണ്ടെഴുന്നേൽക്കുന്ന രാത്രിയാകണം. അങ്ങനെയാണെങ്കിൽ യഥാർത്ഥ പ്രാർത്ഥനയുടെ തലം തിരിച്ചറിയാൻ യേശുക്രിസ്തുവിന്റെ ഗിരിപ്രഭാഷണത്തിലേക്കൊന്ന് ഓടിയെത്തണം. നിങ്ങൾക്കറിയാമോ, പഴയ നിയമത്തിലെ സത്യങ്ങളും പുതിയ നിയമത്തിലെ സത്യങ്ങളും ഒക്കെ കൂട്ടി വായിച്ചാൽ വേദപുസ്തകത്തെ എന്തുകൊണ്ടാണ് ലോകത്തിലെ ഏറ്റവും ഉന്നതമായ വിധത്തിൽ മാനിക്കാൻ അക്രൈസ്തവർ തയ്യാറായിട്ടുള്ളത്? രാജാറാം മോഹൻ റോയ്, മോട്ടിലാൽ നെഹ്റു, ഇവരൊക്കെ വേദപുസ്തകം മാറോടടുക്കി പിടിക്കാൻ കാര്യം എന്താണ്? അല്ല, നമ്മുടെ രാഷ്ട്രപിതാവായ മഹാത്മജി എന്തുകൊണ്ട് വേദപുസ്തകത്തെ ആലിംഗനം ചെയ്തു? നിങ്ങൾ ഓർക്കണം, സ്റ്റാൻലി ജോൺസ് പ്രസംഗിച്ച പ്രസംഗത്തിൽ മഹാത്മജി സ്വർഗത്തിലില്ലെങ്കിൽ സ്വർഗം സ്വർഗമല്ല എന്ന് പരാമർശിച്ച പരാമർശനം പിന്നീട് ചോദിച്ചവർ, സർ അത് ശരിയാണോ എന്ന് ചോദിച്ചപ്പോ പ്രശസ്തനായ മാരാമൺ കൺവെൻഷൻ പ്രഭാഷകൻ ഇങ്ങനെയാണ് മറുപടി പറഞ്ഞത്: സ്റ്റാൻലി ജോൺ സ്വർഗത്തിലില്ലെങ്കിൽ, അതെ, മഹാത്മജി സ്വർഗത്തിലില്ലെങ്കിൽ സ്വർഗം സ്വർഗമല്ല എന്നല്ല ഞാൻ പറഞ്ഞത്. മഹാത്മജി സ്വർഗത്തിലില്ലെങ്കിൽ മഹാത്മജി ഇല്ലെന്നൊരു കുറവല്ലാതെ സ്വർഗത്തിന് മറ്റു കുറവൊന്നുമില്ലെന്നാണ് ഞാൻ പറഞ്ഞത്. ഇന്നത്തെ അദ്ദേഹം കൂട്ടിച്ചേർത്ത വാചകം ഇങ്ങനെയാ: മഹാത്മജി ക്രൂശിൽ ഒരു രക്തസാക്ഷിയെ കണ്ടു, നാം ക്രൂശിൽ നമ്മുടെ രക്ഷിതാവിനെ കണ്ടു. മഹാത്മജി കണ്ട് തന്റെ ജീവിതമാക്കി മാറ്റി.
നാം കണ്ട് നമ്മുടെ പ്രസംഗമാക്കി മാറ്റി. കാലിൽ കിടന്ന ചെരിപ്പൂരി ചെന്നിക്ക് തല്ലിയ മദാമ്മയോട് ഭവതിയുടെ കൈവേദനിച്ചോ എന്ന് ചോദിക്കാൻ മഹാത്മജി അങ്ങയെ പ്രേരിപ്പിച്ച ഘടകം എന്താണെന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, യേശുക്രിസ്തുവിന്റെ ഗിരിപ്രഭാഷണം. ഇത് വല്ലതും നമ്മളെ സ്വാധീനിച്ചിട്ടുണ്ടോ പ്രിയപ്പെട്ടവരെ? സ്വതന്ത്ര ഭാരതത്തിന്റെ ഭരണം കൈകളിൽ കിട്ടിയാൽ അങ്ങയ്ക്ക് അധികാരത്തിൽ നിയമരൂപീകരണത്തിന് സ്വാതന്ത്ര്യമുണ്ടായാൽ അങ്ങ് ഏതായിരിക്കും രൂപീകരിക്കാൻ പോകുന്ന നിയമമെന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞ മറുപടി മത്തായി 5, 6, 7 അധ്യായം എടുത്ത് തുറന്നു കാണിച്ചിട്ട് പറഞ്ഞു, എൻ്റെ കൈകളിൽ ഭാരതത്തിന്റെ നിയമം രൂപീകരിക്കാൻ അവസരം കിട്ടിയാൽ ഇതായിരിക്കും ഞാൻ ഇവിടെ വരുത്താൻ തുടങ്ങുന്ന നിയമം. ഇന്ന് രാത്രി വേദപുസ്തകം മാറോടടുക്കി പിടിച്ച ആ ദൈവത്തിന് സ്തോത്രം, ക്രിസ്തു സ്നേഹികളുടെ മുൻപിൽ യേശുവിനെ ഹൃദയത്തിൽ വഹിക്കാൻ ഭാഗ്യം ലഭിച്ച ദൈവമക്കൾ അതിന്റെ അന്തസത്തയിലേക്ക് കണ്ണുകൾ ഉയർത്തുക. 1 മിനിറ്റ് നിങ്ങൾ ആ ഭാഗത്തിലേക്ക് ഒന്ന് ശ്രദ്ധ കേന്ദ്രീകരിക്കുക. മതത്തിന്റെ 3 ചടങ്ങുകളെ കർത്താവ് എടുത്തു വയ്ക്കുകയാണ്. 1 മതത്തിന്റെ ചടങ്ങ് ഭിക്ഷ കൊടുപ്പ്, 2 മതത്തിന്റെ ചടങ്ങ് പ്രാർത്ഥന, 3 മതത്തിന്റെ ചടങ്ങ് ഉപവാസം. എന്നിട്ട് യഥാർത്ഥ പ്രാർത്ഥന എന്താണ് എന്ന് കർത്താവ് പഠിപ്പിക്കുന്നു. യഥാർത്ഥ പ്രാർത്ഥന എന്താണ്? ആ പ്രാർത്ഥനയെക്കുറിച്ച് കർത്താവ് പറയുമ്പോൾ, നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ കപടഭക്തിക്കാരെ പോലെ ആകരുത് എന്ന് പറയുന്നു. അങ്ങനെയാണെങ്കിൽ എങ്ങനെ പ്രാർത്ഥിക്കരുത് എന്ന് പറഞ്ഞിട്ടാണ് എങ്ങനെ പ്രാർത്ഥിക്കണം എന്ന് പറയുന്നത്. നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ കപടഭക്തിക്കാരെ പോലെ പ്രാർത്ഥിക്കരുത്. ഈ കപടഭക്തി എന്ന് ഉപയോഗിച്ചിരിക്കുന്ന പദത്തിന്റെ യഥാർത്ഥ പ്രയോഗത്തിൽ മൂലാർത്ഥം ശ്രദ്ധിച്ചാൽ ഹിപ്പോക്രാറ്റ് അഭിനേതാവ് നടനെ പോലെ പ്രാർത്ഥിക്കരുതെന്ന എന്ന് പറഞ്ഞാൽ പ്രാർത്ഥനയ്ക്ക് അഭിനയം പാടില്ല എന്ന്. സ്തോത്രം. ചിലരോട് പ്രാർത്ഥിക്കാം എന്ന് പറഞ്ഞാൽ ഉടനെ തടിയലെ വെടി പോലെ, ഉരുളക്കുപ്പേരി പോലെ, കല്ലുവച്ച ശൈലിയിൽ, മണിപ്രവാള ഭാഷയിൽ ആ ഒഴുകിയിറങ്ങുന്ന പദപ്രയോഗങ്ങളോടെ അല്ലേ, ഉന്നതനും ഉയർന്നിരിക്കുന്നവനും ശാശ്വതവാസിയും പരിശുദ്ധനെന്ന നാമമുള്ളവനും ധന്യനായ ഏകാധിപതിയും രാജാതിരാജാവും കർത്താതികർത്താവും താൻ മാത്രം അമർത്യതയുള്ളവനായിരിക്കെ അടുത്തുകൂടാത്ത വെളിച്ചത്തിൽ വസിക്കുന്ന മനുഷ്യരാരും കണ്ടിട്ടില്ലാത്ത കാണാൻ കഴിയാത്ത അൽഫയും ഒമേഗയും ഒന്നാമനും ഒടുക്കത്തവനും ഇരുന്നവനും ഇരിക്കുന്നവനും വരുന്നവനും. മക്കളെ നിർത്തണേ ഡിക്ഷണറി ഒന്ന് നോക്കി അർത്ഥം മനസ്സിലാക്കിക്കോട്ടടാ എന്ന് തമ്പുരാൻ പോലും പറയത്തക്ക വിധത്തിൽ ചിലരങ്ങ് പ്രാർത്ഥിച്ചു കളയും. സ്തോത്രം. ഇന്ന് രാത്രി പറയട്ടെ, അങ്ങനെയുള്ള പ്രാർത്ഥനയൊക്കെ ഇരിക്കുന്ന കൂരയുടെ മുകളിലോട്ട് പൊങ്ങില്ല. എന്നാൽ സകല ഔപചാരികതയും മാറ്റിവെച്ച് എന്ന് പറഞ്ഞുകൊണ്ട് അടുത്ത് ചെല്ലാൻ ഒരാൾ ഇതിനകത്തുണ്ടെങ്കിൽ നിന്റെ വിഷയം കയ്യേൽക്കാൻ കഴിവുള്ള ഒരുവന്റെ കരം ഇതിന്റെ പുറകിൽ ഉയർന്നു നിൽക്കുന്ന കാഴ്ച ഇന്ന് രാത്രി കണ്ട് ഈ ഗ്രൗണ്ടിന്റെ കീഴിൽ ഉറങ്ങിയിട്ട് പോകാനാണ് നീ വന്നതെങ്കിൽ ഇന്ന് രാത്രി കസേരയിലിരുന്ന് കണ്ണുകൾ ഉയർത്തി നോക്ക്. ഇതിന്റെ പുറകിൽ എന്റെ നാഥന്റെ കരം ചലിച്ചുകൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് പ്രാർത്ഥനയുടെ യാഥാർത്ഥ്യത്തിലേക്ക് തിരിയുമ്പോൾ പ്രാർത്ഥന ഒരിക്കലും അഭിനയമാകരുത്, അഭിനയിച്ച് പ്രാർത്ഥിക്കരുത്. ഇത് മനസ്സിലാക്കാൻ ഒരു കൊച്ചുദാഹരണം പറയാം. യേശുക്രിസ്തുവിന്റെ ജീവിത ചരിത്രം ഒരു ഫിലിമാക്കാൻ ഞാൻ അങ്ങ് തീരുമാനിച്ചെന്നിരിക്കട്ടെ. ഒരു ഫിലിമാക്കണം. ഓരോരുത്തരെ അഭിനയിക്കാൻ വേണം. ചില്ലറക്കാരാണോ യേശുവിനോടൊപ്പം അഭിനയിക്കാൻ രംഗത്തൊരു ഫിലിം പ്രൊഡക്റ്റ് ചെയ്യാൻ തയ്യാറായാൽ അഭിനയിക്കാൻ വേണ്ടത്? യേശുവിനെ വിറ്റ കാശ് പോക്കറ്റിലിട്ടുകൊണ്ട് യേശുവിനെ കള്ളയുമ്മ കൊടുക്കുമ്പോൾ മുഖത്തോട് മുഖം ചേർത്ത് ഒരയ്ക്കുന്ന സമയം പോക്കറ്റ് കീശേ കിടക്കുന്ന കാശ് യേശുവിന്റെ ദേഹത്തൊരിയെ ഒരയുക. 10,000കണക്കിന് മീനോടുന്ന ഗലീലക്കടലിൽ ചതുരദിനമ്മപ്പണം കുടലിൽ കുരുങ്ങിയ മീനെ കണ്ട ജ്വലിക്കുന്ന കണ്ണുകളായത്. ആ കണ്ണുകളുടെ കൺമുൻപിലാണ് മുഖം കൊണ്ട് ഒരയ്ക്കുമ്പോഴും ഈ പോക്കറ്റിൽ കിടക്കുന്ന തുട്ടിന്റെ ഒരസൽ. അങ്ങനൊക്കെ അഭിനയിക്കണമെങ്കിൽ ഇന്ന് അത്രയും ഒത്തിരിയെ കിട്ടും. അന്ന് അത്രയും ബുദ്ധിമുട്ടായിരുന്നു. ജോണിച്ചായ കൺവെൻഷൻ നന്നായിരിക്കുന്നു എന്നൊരു വാക്കിൽ പറയുമ്പോൾ തന്നെ മറുവശത്ത് പറയുന്ന അഭിപ്രായങ്ങളൊന്നും കൂടുതൽ ചിന്തിക്കാതിരിക്കുന്ന നമുക്ക് നല്ലത്. എന്നാൽ ഒരു കാര്യം ഓർക്കുക, നീതിയോടെ വിധിക്കുന്ന ഒരുവൻ കാര്യം കയ്യേറ്റിട്ടുണ്ടെന്ന് തിരിച്ചറിഞ്ഞ് തൂങ്ങിയാടുന്ന ദിവസങ്ങൾ മുൻപിലുണ്ടെന്ന് കണ്ടുകൊണ്ട് വിഷയം കർത്താവിന്റെ കരങ്ങളിൽ കൊടുത്ത് മൗനമായിരിക്കുന്ന ഒരു ദൈവവൈതൽ ഇവിടെയുണ്ടോ? നിന്റെ വിഷയത്തിൽ നടപടിയെടുക്കാൻ കഴിവുള്ള നാഥന്റെ കരം ഇതിന്റെ പുറകിൽ ചലിക്കുന്നുണ്ട്. ദൈവത്തിന് സ്തോത്രം. ശ്രദ്ധിക്കണേ, ഓരോരോ അഭിനേതാക്കളെ കിട്ടി. ഒടുവിൽ യോഹന്നാൻ സ്നാപകന്റെ റോൾ യേശുക്രിസ്തുവിന്റെ ജീവിതത്തിൽ അഭിനയിക്കാൻ വേണ്ടി ഓരോരുത്തരെ കൊണ്ടുവരികയാണല്ലോ. യോഹന്നാൻ സ്നാപകന്റെ റോൾ അഭിനയിക്കാൻ പറ്റിയ ഒരാളിനെ വേണം. ഞാൻ പല ഒരു ശ്രമിച്ചിട്ട് അങ്ങനെ ഒരു വ്യക്തിത്വത്തെ കൊണ്ട് കിട്ടുന്നില്ല. എന്ന് പറഞ്ഞാൽ സാധാരണക്കാരനല്ല യോഹന്നാൻ സ്നാപകൻ. തീ പാറുന്ന മുഖത്തോടെ മരുഭൂമിയിൽ നിന്ന് വിളിച്ചു പറയുന്ന അഗ്നി ജ്വലിക്കുന്ന കണ്ണുകൾ, ഒടുവിലെ കഴുത്തങ്ങോട്ട് വെട്ടി ജടയുടെ അറ്റത്ത് കിടന്ന് തലയങ്ങോട്ട് പിടയ്ക്കുന്ന രംഗമൊക്കെ അഭിനയിക്കുക എന്ന് പറഞ്ഞാൽ അസാധാരണമായ സർഗപ്രതിഭയും അഭിനയ മികവും ഒക്കെ ഒത്തിണങ്ങി അഭിനേതാവിനെ പറ്റൂ. പലരെ പറ്റി ലോക്കൽ പാർട്ടികളെ അഭിനയിക്കാൻ പറ്റുകയെന്ന് വിചാരിച്ച് ഒരു ഹോളിവുഡ് നടനുമായിട്ട് കോൾ ഷീറ്റ് ഒപ്പിച്ചു.
ഇത്ര രൂപ കൊടുക്കാമെന്ന് പറഞ്ഞ് പുള്ളി വന്നു, അഭിനയം കൊണ്ട് തുടങ്ങി. പ്രിയപ്പെട്ടവരെ, അതാണ് അഭിനയം. നമ്മുടെ പിള്ളേരുടെ ഭാഷയെ പറഞ്ഞാൽ അടിപൊളി അഭിനയം. കണ്ട് നിൽക്കുന്നയാൾ കരഞ്ഞു പോകും, അത്ര നന്നായ കഴുത്ത് വെട്ടുന്ന രംഗമൊക്കെ കണ്ടാൽ ഭയങ്കര അഭിനയം. അഭിനയം എല്ലാം കഴിഞ്ഞ് പുള്ളി വീട്ടിൽ പോയി. അപ്പോഴാണ് എനിക്കൊരു ചിന്ത തോന്നിയത്, എടാ ഇത്രയും ഹൃദയവാർജകമായി ജനക്കൂട്ടത്തിന്റെ മനസ്സിനെ പിടിച്ചിരുത്തി അഭിനയിക്കണമെങ്കിൽ അസാധാരണ വിശുദ്ധനെ കൊണ്ടേ പറ്റത്തുള്ളൂ. അതുകൊണ്ട് പുള്ളി സാധാരണക്കാരനായിരിക്കും, അസാധാരണ വിശുദ്ധനാകാനാ സാധ്യത. ഹോളിവുഡ് നടനാണേലും ഇങ്ങയുടെ ജീവിതം എങ്ങനെയുണ്ടെന്ന് വിചാരിച്ച് ഒന്ന് മനസ്സിലാക്കാമെന്ന് കണ്ട് ഇങ്ങയുടെ വീട്ടിൽ ചെന്നൊരു കുശല പ്രശ്നത്തിനിടയിൽ ഹിസ്റ്ററി മനസ്സിലാക്കിയപ്പോൾ ഒരു കാര്യം എനിക്ക് മനസ്സിലായി. പുള്ളി ഇപ്പം 5ാമത്തെ ഭാര്യയുടെ 6ാമത്തെ ഭർത്താവാ. ആര്? ഹോളിവുഡ് നടൻ. അഭിനയിച്ചതോ യോഹന്നാന്റെ റോൾ. മനസ്സിലായില്ല? അഭിനയത്തിലൊന്നും ഒരു കഥയില്ല. ഹൃദയമറിയുന്ന ദൈവത്തിന്റെ മുൻപിൽ നിഷ്കളങ്കതയിൽ ഉയർത്തുന്ന പ്രാർത്ഥനയുടെ പുറകിൽ സ്വർഗം ചലിക്കുമെന്ന് വിശ്വസിക്കുന്ന ദൈവ പൈതലേ, സകല അഭിനയത്തിന്റെ മുഖം മൂടിയും വലിച്ചു കീറുന്ന ഒരു ദിവസം വരാൻ തുടങ്ങുന്ന കാഴ്ച ആത്മാവിൽ കണ്ടിട്ട് നമുക്കിന്ന് രാത്രിയിൽ അഭിനയം മാറ്റിവെച്ച് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കാം. ആ പ്രാർത്ഥനയുടെ യഥാർത്ഥ മോഡൽ നമുക്ക് കിട്ടുന്നത് യേശുക്രിസ്തുവിന്റെ മാതൃകാ പ്രാർത്ഥനയിൽ നിന്നാണ്. നമ്മളെക്കുറിച്ച് ആൾക്കാർ ചോദിക്കാറുണ്ട്, പാസ്റ്ററെ നിങ്ങളെ കൊള്ളാം, ഒത്തിരി പ്രാർത്ഥിക്കുന്നവരാ, നിങ്ങളെന്നെ കർത്തൃപ്രാർത്ഥന പ്രാർത്ഥിക്കാത്തത്? സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ എന്ന് തുടങ്ങി രാജ്യവും ശക്തി മഹത്വം എന്നേക്ക് നിനക്കുള്ളത് തന്നെ ആമേൻ എന്ന് അവസാനിക്കുന്ന ആ പ്രാർത്ഥന ചൊല്ലാത്തത് എന്താണെന്നാണ് ചോദ്യം. തത്തമേ പൂച്ച പൂച്ച, തത്തമേ പൂച്ച പൂച്ച, തത്തമേ പൂച്ച പൂച്ച എന്ന് പറയാത്തത് എന്താണെന്നുണ്ടെങ്കിൽ അതിൽ ദൈവത്തിന് സ്തോത്രം, ആ കാര്യത്തെ വളരെ ഗൗരവമായി പഠിക്കണം. പ്രിയപ്പെട്ടവരെ, കൃപയാൽ അത് മനസ്സിലാക്കാനുള്ള ഭാഗ്യം ദൈവം നമുക്ക് നൽകി തന്നത് ഓർത്ത് നമുക്ക് ദൈവത്തിന് ഇന്ന് രാത്രി സ്തോത്രം ചെയ്യാൻ അവസരമുണ്ട്. എന്നാൽ മറുവശം ഗ്രഹിക്കണമേ, ഇത് വല്ലപ്പോഴും ഒന്ന് പ്രാർത്ഥിച്ചാൽ ആകാശം ഇടിഞ്ഞു വീഴുകയൊന്നുമില്ല. ഈ പ്രാർത്ഥന വല്ലപ്പോഴും ഒന്ന് പ്രാർത്ഥിച്ചാൽ ആകാശം ഇടിഞ്ഞു വീഴുകയൊന്നുമില്ല. പിന്നെ മനസാക്ഷിക്കുത്തില്ലാതെ വേദപുസ്തകം നെഞ്ചോട് ചേർത്ത് വെച്ച് ഇത് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കണമെങ്കിൽ ഇച്ചിരി പുളിക്കും. അടുത്തിരിക്കുന്നവനെ അരച്ചു കലക്കി കിട്ടിയാൽ ഒറ്റ മോന്തിനകത്താക്കാനുള്ള വിരോധമുണ്ടെങ്കിലും കടുകു വറുത്ത ചിരിയും പ്രൈസ് ദി ലോർഡുമായി നടക്കുന്ന ഇരട്ടത്താപ്പ് നയക്കാരനൊന്നും ഇത് പ്രാർത്ഥിക്കാൻ പറ്റില്ല. ഇന്ന് രാത്രി പറയട്ടെ, സഹോദരനോട് ക്ഷമിക്കാൻ കഴിയാതെ പകവെച്ച് പുലർത്തുന്ന ഒരുവനും ഇത് പ്രാർത്ഥിക്കാൻ കഴിയില്ലെന്ന് പഠിപ്പിച്ചാണ് ആ ഭാഗവശം അവസാനിപ്പിക്കുന്നത്. നിങ്ങൾ നിങ്ങളുടെ സഹോദരനോട് മനഃപൂർവ്വം ക്ഷമിക്കാഞ്ഞാൽ സ്വർഗസ്ഥനായ പിതാവ് നിങ്ങളോട് ക്ഷമിക്കയില്ല. അങ്ങനെയാണെങ്കിൽ കൂട്ടു ശുശ്രൂഷകന്മാർക്കോ സഹോദരന്മാർക്കോ പാര വെക്കുന്ന ഒരു ഉപദേശിക്കും ഒരു വിശ്വാസിക്കും ഈ പ്രാർത്ഥനയ്ക്ക് അവകാശമില്ലെന്ന് മാത്രമല്ല, അവന്റെ പാപക്ഷമ പോലും സ്വർഗം റദ്ദാക്കും. സ്തോത്രം. അങ്ങനെയാണെങ്കിൽ ഗുരുതരമാണ് ഈ പ്രാർത്ഥനയുടെ നില. ഇതിൽ കർത്താവ് പഠിപ്പിച്ച പ്രാർത്ഥന നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കി. ആദ്യം ഒരാമുഖം, സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ. ഒടുവിൽ ഒരു ഉപസംഹാരം, രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും നിനക്കുള്ളത് തന്നെ. ഇത് ശ്രദ്ധിക്കണേ, ഇത് നിങ്ങളുടെ ഉള്ളിലോട്ടൊന്നായാൽ ഞാൻ സന്തോഷിക്കുന്ന സ്വർഗം തുറക്കുന്ന രാത്രിയായിരിക്കും. പത്തനംതിട്ട ടൗണിൽ ഒരു കുത്തിയിരിപ്പ് സത്യാഗ്രഹം നടക്കുക. ഏറ്റവും പുറകിലിരിക്കുന്ന കീജെ വിളിക്കുന്ന സത്യാഗ്രഹക്കാരൻ്റെ തോളെ തട്ടി ഒരു ഓഫീസ് അടച്ചിട്ട് ഇറങ്ങി വരുന്ന കൂട്ടത്തിൽ ചോദിച്ചു, എന്നാ കാര്യം? തിരിഞ്ഞവൻ ചോദിച്ചു കേൾക്കണോ, 300 രൂപയും ചെലവും കിട്ടും, അപ്പം തിന്നാ പോരെ, കുഴി എണ്ണണോ സാറേ? ഇവിടെ കുത്തിയിരുന്ന എന്നാ കിട്ടും? 300 രൂപയും ചെലവും കിട്ടും. സമരക്കാരന് കിട്ടും. പക്ഷെ പുള്ളിക്ക് അറിയത്തില്ല എന്തിനാ ഇരിക്കുന്നത്. കാര്യം മനസ്സിലാക്കാതെ കീജെ വിളിക്കാനിരിക്കുന്നവരല്ല വീണ്ടെടുപ്പ് പ്രാപിച്ച ദൈവമക്കൾ. ഇന്ന് രാത്രി കാര്യം മനസ്സിലാക്കിയവണ് സ്തോത്രം ചെയ്ത് നിൽക്കാൻ ദൈവത്തിന് സ്തോത്രം. ഈ പ്രാർത്ഥനയുടെ ആദ്യത്തെ പ്രയോഗം ശ്രദ്ധിച്ച്, സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ. സ്വർഗസ്ഥനായ സർവാധികാരിയായ ഞങ്ങളുടെ പിതാവേ. അങ്ങനെയാണെങ്കിൽ ആരോടാ പ്രാർത്ഥിക്കുന്നത്? അപ്പച്ചനോടാ പ്രാർത്ഥിക്കുന്നത്. അപ്പനാകണമെങ്കിൽ എന്ത് ചെയ്യണം? മക്കളാകണം. മക്കളാകാൻ ഭാഗ്യം ലഭിച്ചൊരു ദൈവവേദന ഇതിനകത്തുണ്ടെങ്കിൽ നീ ധന്യനാണ്. ദൈവത്തിന് സ്തോത്രം. ഈ രാത്രി ഒത്തിരി കാര്യം പറയാനായിട്ടുണ്ടെങ്കിലും എൻ്റെ പേര് സ്വർഗത്തിൽ എഴുതിയിട്ടുണ്ട്. കാൽവറിയിലെ തിരുനിണത്താൽ ഞാൻ അപ്പച്ചൻ്റെ മകനാണെന്ന ബോധ്യം അകത്ത് ഭരിക്കുന്ന ഒരു ദൈവവൈദ്യൻ ഇവിടെ ഉണ്ടെങ്കിൽ ആ പദവിയോടെ പ്രാർത്ഥിക്കുന്ന രാത്രിയാകട്ടെ. എൻ്റെ അപ്പൻ ഇന്ത്യൻ പ്രധാനമന്ത്രിയാണെങ്കിൽ എൻ്റെ അതിരൊരുത്തൻ മാറ്റിയാൽ, എന്നെ കയ്യേറ്റം ചെയ്യാൻ ഗൂഢാലോചന ചെയ്താൽ, ഇവിടെ അടുത്ത പോലീസ് സ്റ്റേഷനിലെ സാധാരണ പോലീസുകാരൻ്റെ അടുക്കൽ സാറേ രക്ഷിക്കണേ എന്ന് പറഞ്ഞ് 50 രൂപ കൈക്കൂലിയുമായി ഞാൻ പോകില്ല. അപ്പച്ചൻ്റെ നമ്പർ എടുക്കും, ഡയൽ ചെയ്യും. 24 മണിക്കൂറിനുള്ളിൽ
ബോധ്യമുള്ളത്, എൻ്റെ അപ്പൻ ഇന്ത്യൻ പ്രധാനമന്ത്രിയാണെങ്കിൽ ഞാൻ ഇല്ലിക്കൽ ആക്രമിക്കപ്പെടാൻ തുടങ്ങുന്നെങ്കിൽ ഇവിടെ എൻ്റെ സംരക്ഷണത്തിന്റെ കൽപ്പന വരുമെങ്കിൽ നമ്മൾ ആരാധിക്കുന്ന നമ്മുടെ അപ്പച്ചൻ ഇന്ത്യൻ പ്രധാനമന്ത്രിയേക്കാൾ വലിയവനാണെന്നും അവൻ അറിയാതെ ഇവിടെ ഒന്നും സംഭവിക്കയില്ലെന്നും തിരിച്ചറിയുന്ന ഒരു ദൈവവൈതൽ ഇന്ന് രാത്രി ഇവിടെ ഉണ്ടെങ്കിൽ വേദശാസ്ത്രം മാറ്റിവെച്ചിട്ട് ലജ്ജ കൂടാതെ മോളിലോട്ട് കൈ ഉയർത്തി അപ്പാ എന്ന് വിളിക്കാൻ ഒരു വ്യക്തിയുടെ അധരം ഈ രാത്രിയോഗത്തിൽ ചലിച്ചാൽ, ഈ രാത്രിയോഗം പിരിഞ്ഞെഴുന്നേൽക്കുന്നതിന് മുൻപ് നിന്റെ കടുങ്കെട്ട് വീണ വിഷയത്തെ അഴിച്ചെടുക്കാൻ കഴിവുള്ള ഒരു കരം ഇതിന്റെ പുറകിൽ ചലിക്കുന്ന കാഴ്ച തിരിച്ചറിയുന്ന ദൈവമക്കൾ വാ തുറന്ന് വിളിച്ചു പറ, ഞാൻ സേവിക്കുന്ന സാധാരണക്കാരനെയല്ല, ഞാൻ സേവിക്കുന്ന സ്വർഗസ്ഥനായ പിതാവിനെയാണ്. ഓ, ഈ രാത്രി ബോധ്യമുള്ള എത്ര ദൈവമക്കൾ ഇവിടെയുണ്ട്. ചിട്ടിക്കച്ചവടത്തിൽ നഷ്ടം വന്ന മട്ടിൽ താടിക്ക് കയ്യും താങ്ങി ചിലരുടെ ഇരിപ്പ് കണ്ടാൽ ഗതികേട് നീ ഒറ്റത്തടിപ്പാലത്തെ കയറിപ്പോയ മട്ടുണ്ട്. എന്നാൽ ഇന്ന് രാത്രി സ്വർഗത്തിലെ അപ്പച്ചന്റെ പൈതല ഞാനെന്നും അവൻ അറിയാതെ എൻ്റെ ജീവിതത്തിൽ ഒന്നും സംഭവിക്കുകയില്ലെന്നും എൻ്റെ സാഹചര്യങ്ങളെ മുഴുവൻ നിയന്ത്രിച്ച് ഒടുവിൽ അധികാര കസേരകളിലേക്ക് എത്തിക്കാൻ കഴിവുള്ള, ശത്രുവിന്റെ പദ്ധതികളെ തകർക്കുന്ന അധികാര കസേരകൾ എത്തിക്കാൻ കാര്യങ്ങളെ നിയന്ത്രിക്കുന്ന ഒരുത്തനുണ്ടെന്നും ഞാൻ വിശ്വസിക്കുന്നെന്ന് ബോധ്യമുള്ള ദൈവമക്കൾ ഈ രാത്രി ഇവിടെ ഉണ്ടെങ്കിൽ നീ വായടച്ചിരിക്കരുത്. ഇന്ന് രാത്രി ഞാൻ ചോദിക്കട്ടെ, ആരാധിക്കുന്ന ദൈവവൈതലേ, സാഹചര്യങ്ങളെല്ലാം സാധാരണ രീതി വരുന്നതല്ലേ ആന്നു, പക്ഷെ നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്ന ഒരു കരം നിന്റെ പുറകിൽ ഉണ്ടെന്ന് ബോധ്യമുണ്ടെങ്കിൽ ഈ രാത്രി നീ ആരാധിക്കുന്ന നിന്റെ അപ്പച്ചനെ കണ്ണുയർത്തി കാണണം. ദൈവത്തിന് സ്തോത്രം. സദസ്സിന് മുൻപിൽ മദ്യപിച്ചിരിക്കുന്ന ഒരു രാജാവ് ഭാര്യയുടെ ശരീരം പ്രദർശിപ്പിക്കാൻ വേദിയിൽ വിളിച്ചാൽ വരേണ്ടത് മര്യാദയാണോ? അല്ല. അവൾ വരാതിരുന്നത് യോഗ്യതയാണോ? സ്ത്രീത്വത്തിന് മുൻപിൽ അത് പക്വതയുടെ ലക്ഷണമാണെങ്കിലും മനസ്സിനകത്ത് ചാഞ്ചല്യമുള്ള രാജാവ് അവളെ ഉപേക്ഷിക്കാൻ തയ്യാറായത് രാജനീതി. സ്തോത്രം. അത് സ്വാഭാവികം. ആ സമയത്ത് പെൺകുട്ടികളെ തിരഞ്ഞെടുക്കേണ്ടി വന്നപ്പോൾ ഈ എസ്തേറിനെ ആ സ്ഥാനത്തേക്ക് സെലക്ട് ചെയ്തത് അവളുടെ സൗന്ദര്യം കണ്ടുകൊണ്ട്, അതും സ്വാഭാവികം. സ്തോത്രം. ഒടുവിൽ കർത്താവിന് സ്തോത്രം, കാര്യപരിപാടിക്ക് മുൻപിൽ ഒരുത്തൻ എഴുന്നേൽക്കാത്തത് കൊണ്ട് അവനെ തൂക്കുകയറ് ഉണ്ടാക്കാൻ ഹാമാൻ പദ്ധതിയിട്ട് സ്വാഭാവികം. എന്നാൽ ആ പ്രത്യേക സമയത്ത് വിരുന്നിന് വേണ്ടി ക്രമീകരണം ചെയ്യുന്ന രംഗം സ്വാഭാവികം. രാജാവിന് രാത്രി ഉറക്കം വരാഞ്ഞത് സ്വാഭാവികം. ആ സമയം വേശ്യകളായ വെപ്പാട്ടുകളെ കൊണ്ടുവരാതെ പുസ്തകം കൊണ്ടുവരാൻ പറഞ്ഞ സ്വാഭാവികം. തുറന്ന സമയം മൊർദെഖായി എഴുതിയ കാര്യങ്ങൾ കിട്ടിയത് സ്വാഭാവികം. അതേ സമയത്ത് അവൻ ഇത് ചെയ്യേണ്ടതിന് ആരുണ്ടെന്ന് ചോദിച്ചപ്പോൾ നടുത്തളത്തിൽ നിന്ന് ഹാമാൻ രംഗത്ത് വന്ന് സ്വാഭാവികം. സ്തോത്രം. അവനെ കൊണ്ട് ഇവനെ മാനിപ്പിക്കാൻ കൽപ്പനയിട്ടത് സ്വാഭാവികം. എന്നാൽ കഥയറിഞ്ഞിട്ട് അവൻ രാജ്ഞിയുടെ മെത്തയിലേക്ക് കവിണു വീണത് സ്വാഭാവികം. രാജാവ് പൂന്തോട്ടത്തിൽ നിന്ന് തിരിച്ചു വരുന്ന സമയത്ത് രാജ്ഞിയുടെ മെത്തയിൽ കിടക്കുന്ന ഇവനെതിരെ കൽപ്പന പുറപ്പെടുവിച്ച് അവൻ ഹാമാൻ മൊർദെഖായിക്ക് ഒരുക്കിയ അതേ കഴുകു മരത്തിൽ ഇവനെ തൂക്കിയത് സ്വാഭാവികം. എന്നാൽ സ്വാഭാവികങ്ങളെയെല്ലാം കൂട്ടി 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 വെച്ച് തന്റെ ദിവ്യ ഉദ്ദേശം നിവർത്തിക്കാൻ തന്റെ മക്കളെ സംരക്ഷിച്ച ഒരു കരമുണ്ട്. ആ കരമാണ് ഇന്ന് രാത്രി ഞാൻ പ്രസംഗിക്കുന്ന എന്റെ നാഥന്റെ കരമെങ്കിൽ വിശ്വസിക്കുന്ന ദൈവവൈതലേ, നിനക്കെതിരെ വരുന്ന അനർത്ഥങ്ങളെ അവന്റെ ദിവ്യ വിചാരണയിൽ ലക്ഷ്യത്തിലേക്ക് നയിക്കാൻ കഴിവുള്ള ഒരു സർവാധികാരിയാണ് ഞാൻ ഇന്ന് രാത്രി അപ്പ എന്ന് വിളിക്കുന്ന എന്റെ പിതാവ് എന്ന ബോധ്യമുള്ള ദൈവമക്കൾ ഈ രാത്രി കണ്ണുയർത്തി കാണ്. നീ രാത്രി ഗ്രൗണ്ട് വിടും മുൻപ് നിന്നെ ഭാരപ്പെടുത്തുന്ന വിഷയത്തെ തൊടാൻ അവൻ എഴുന്നേൽക്കുന്ന രാത്രിയാണ്. ആരാധിക്കുന്ന ദൈവമക്കളിന്റെ രാത്രി ആത്മാവിൽ തിരിച്ചറിയുക, ഇതുവരെ വെളിപ്പെട്ടിട്ടില്ലാത്ത ദൈവസാന്നിധ്യത്തിന്റെ വ്യാപാരത്താൽ നിന്റെ ജീവിതത്തിന്റെ കുരുക്കഴിയാത്ത മേഖലകളെ ഈ പ്രാർത്ഥനയുടെ നടുവിൽ ദൈവാത്മാവ് തൊടുന്ന രാത്രിയാണ്. അഭിഷേകത്തിന്റെ തൈല നദി ഇന്ന് രാത്രി ഒഴുകിയിറങ്ങുന്ന രാത്രിയാ. പരിശുദ്ധാത്മാവ് രാത്രി വിളിക്കുന്ന വ്യക്തികളെ തോളിൽ തട്ടി എഴുന്നേൽപ്പിക്കുന്ന രാത്രിയാ. നിന്റെ ജീവിതത്തിനെതിരെ സംഭവിക്കാൻ സാധ്യതയുള്ള അനർത്ഥങ്ങളെ ഒഴിച്ചു മാറ്റാൻ നിന്റെ അപ്പച്ചന്റെ കരവിന്ദിന്റെ പുറകിൽ ചലിക്കുന്നുണ്ട്. നിങ്ങൾക്കറിയാം, ഈ കഴിഞ്ഞ ദിവസം തമിഴ്നാട്ടിലെ നെയ്യൂർ എന്ന് പറഞ്ഞ സ്ഥലത്ത് നിന്ന് 2 സഹോദരിമാരെ ബീഹാറിലെ പ്രവർത്തന മേഖലയിലേക്ക് അയച്ച് അവർ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആ ദേശത്തെ, ആ കുഗ്രാമത്തിലെ സുവിശേഷ വിരോധികൾ ആ സഹോദരിമാരെ വീട് കയറി ആക്രമിച്ച് കൊല്ലാൻ തീരുമാനിച്ചു. ഒന്നുകിൽ നീചമായി കൊല്ലുക, അല്ലെങ്കിൽ ഓടിക്കുക. രാത്രി 2-നും 3-നും ഇടയിലുള്ള സമയം ഈ വാടക വീടിൻ്റെ പുറകിലത്തെ കുറ്റിക്കാട്ടിൽ ഈ 2 യുവാക്കന്മാർ വന്ന് ഒളിച്ചിരിക്കുകയാണ് അങ്ങോട്ട് കയറാൻ വേണ്ടി. ഇരുണ്ട വെളിച്ചത്ത് നോക്കിയപ്പോൾ തോക്ക് ധരിച്ച ചില ആളുകൾ വീടിന് ചുറ്റും നടക്കുന്നു. ഓടിച്ചെന്ന് ഗ്രാമമുഖ്യനെ വിളിച്ചുകൊണ്ട് വന്നു. ഗ്രാമമുഖ്യനെ 2:30 കഴിഞ്ഞപ്പോൾ എണ്ണി 1, 2, 3, 4 24 പടയാളികൾ തോക്ക് ധരിച്ച് വീടിന് ചുറ്റും റോന്തി ചുറ്റുകയാണ്. അവർ പറഞ്ഞു, മുഖ്യൻ പറഞ്ഞു, രാത്രി ഇപ്പോൾ ഏറ്റുമുട്ടണ്ട, നമുക്ക് പോകാം.
രാവിലെ ഗ്രാമം ഇളകി ഇവിടെ വരണം. രാവിലെ ഗ്രാമം ഇളകി വന്നു. ചോദിച്ചു, ഇന്നലെ രാത്രിയിൽ നിങ്ങൾ ഇവിടെ കാവലനാക്കിയ ആയുധധാരികളായ ആളുകൾ ഇവിടെ? ആ സാധു സ്ത്രീകൾ പറഞ്ഞു, അങ്ങനെ ആരെ ഞങ്ങൾ കാവലനാക്കിയിട്ടില്ല. ദൈവത്തിന് സ്തോത്രം. എന്നാൽ ഞങ്ങളുടെ കയ്യിലിരിക്കുന്ന ഈ പുസ്തകം ഒരു കാര്യം പറയുന്നു. യഹോവയുടെ ദൂതൻ അവന്റെ ഭക്തന്മാരുടെ ചുറ്റും പാളയമിറങ്ങി വിടുവിക്കുന്നു. എന്നെ അത്ഭുതപ്പെടുത്തിയ കാര്യം പറയാം. ഗ്രാമത്തിൽ സുവിശേഷത്തിന്റെ ശക്തി വർദ്ധിച്ചു. അനേക ആത്മാക്കൾ കൂട്ടമായി സഭയിലേക്ക് വന്നു. അതിലുപരി ഞാൻ പറയട്ടെ, ഈ വിഷയം തമിഴ്നാട്ടിലെ നെയ്യൂർ ഭാഗത്തേക്ക് പ്രയർ കോർഡിനേറ്ററെ വിളിച്ചറിയിച്ചപ്പോൾ കണ്ടൊരു കാഴ്ച. ഈ സംഭവം തമിഴ്നാട് നെയ്യൂരിൽ നിന്ന് ബീഹാറിൽ ഈ സംഭവം നടന്നുകൊണ്ടിരിക്കുമ്പോൾ നെയ്യൂരിൽ ഈ സമയം ആ സഭ ഒരു മുഴുരാത്രി പ്രാർത്ഥനയിലായിരുന്നു. അതിലുപരി ഒരു കാര്യം കേൾക്കണോ? ആ മുഴുരാത്രി പ്രാർത്ഥനയിൽ പങ്കെടുത്ത പ്രാർത്ഥനക്കാരുടെ എണ്ണം 24 ഞാൻ ഇന്ന് രാത്രി വിശ്വസിക്കുന്നവരോട് പറയാം, ആ മുഴുരാത്രി പ്രാർത്ഥനയിൽ അവർ മുഴങ്കാൻമേലിരുന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവരയച്ച മിഷണറിമാർക്കെതിരെ കരമുയർത്തുന്ന അന്ധകാര ശക്തികളുടെ പദ്ധതികളെ കണ്ടുകൊണ്ട് ഒരാൾക്ക്, ദൈവത്തിന് സ്തോത്രം, ഒരു ദൂതനെ വെച്ച് ദൈവം അവിടെ അയക്കുകയായിരുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇന്ന് രാത്രി നീ ഈ ഗ്രൗണ്ടിൽ നിന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ നിന്റെ കണ്ണുകൾക്ക് എത്താൻ കഴിയാത്ത മേഖലയിൽ എൻ്റെ ദൈവത്തിന്റെ കരം ചില മേഖലകളെ തൊടുമെന്ന ബോധ്യമുണ്ടെങ്കിൽ ഈ രാത്രി ലജ്ജ കൂടാതെ അപ്പ എന്ന് വിളിച്ച് പ്രാർത്ഥിക്ക്. അവന്റെ കരം ഇന്ന് രാത്രി ഇവിടെ ഉയരാൻ തുടങ്ങുകയാണ്. ഞാൻ അഭിഷേകത്തിന്റെ ചൈതന്യം അനുഭവിച്ചറിയുന്ന ദൈവമക്കളുടെ ആത്മാവിൽ വിളിച്ചു പറയുന്നു, അത്ഭുതങ്ങളുടെ ദൈവം ഇന്ന് രാത്രി നിനക്ക് വേണ്ടി ജീവിക്കുന്നു. നിന്റെ ജീവിതത്തിന്റെ മറ്റുള്ളവരോട് തുറന്നു പറയാൻ കഴിയാത്ത വേദനകളുമായി രാത്രി യോഗത്തിൽ എത്തി നിൽക്കുന്ന പ്രാർത്ഥനാ വിഷയത്തെ ഈ രാത്രി നീ എഴുന്നേൽക്കുന്നതിന് മുൻപ് തൊടാൻ കഴിവുള്ള ആ കരം തേജസ്സിന്റെ മേഘം പോലെ ഈ ഗ്രൗണ്ടിന്റെ മീതെ നിഴൽ വിരിച്ച് നിൽക്കുന്ന കാഴ്ച ആത്മാവിൽ കാണുന്ന ദൈവമക്കൾ, ദൈവത്തിന്റെ ദൂതവ്യൂഹങ്ങൾ ആത്മമേഖലയിൽ പ്രാർത്ഥിക്കുന്നതിന്റെ ജനത്തിന് സംരക്ഷണത്തിനായി ഈ ഗ്രൗണ്ടിൽ ഇറങ്ങി നിൽക്കുന്ന കാഴ്ച ആത്മമണ്ഡലത്തിൽ കാണുന്ന ദൈവമക്കൾ കണ്ണുകൾ ഉയർത്തി പ്രാർത്ഥിച്ചു തുടങ്ങട്ടെ. നാളെ രാത്രി 9:30-ക്കല്ല, ഇന്ന് രാത്രി 9-ന് ആശീർവാദം പറഞ്ഞു കഴിഞ്ഞല്ല. ഈ 8:30 സമയം എന്റെ നാഥന്റെ കരം നിന്റെ വിഷയത്തെ തൊടുന്ന രാത്രി ആത്മനിയോഗത്തോടെ ഏറ്റെടുക്കുന്ന ഒരു ദൈവവൈദ്യൻ ഇവിടെയുണ്ടോ? ഈ രാത്രി പറയട്ടെ, ഞാൻ ആരാധിക്കുന്ന സാധാരണക്കാരനെയല്ല, ഞാൻ ആരാധിക്കുന്ന സർവാധികാരിയായ പിതാവിനെയാണ്. സ്വർഗസ്ഥനായ പിതാവ്. നിന്റെ ശത്രു നിനക്കെതിരെ രംഗത്ത് വരുമ്പോ, നിന്റെ മിത്രം, നീ സ്നേഹിക്കുന്ന നിന്റെ മിത്രം നിനക്ക് അനുകൂലമായി നിൽക്കും എന്ന് നീ പ്രതീക്ഷിക്കുന്ന വേളയിൽ നിന്റെ ശത്രുവിന്റെ മുൻപിൽ വെച്ച് നിന്റെ മിത്രം നിന്നെ കൈയൊഴിയുമ്പോൾ അടിവരയിട്ട് കേട്ടുകൊള്ളുക, ദൂത എഴുതി വെച്ചുകൊള്ളുക. വിശ്വസ്തയോടെ പ്രാർത്ഥിക്കാൻ നീ തയ്യാറായാൽ നിന്റെ ശത്രുവിന്റെ നാവ് കൊണ്ട് നിന്റെ മിത്രം നോക്കി നിൽക്കേ. നിന്റെ മിത്രത്തിന്റെ ഒരു സഹായവുമില്ലാതെ നിനക്ക് അനുകൂലമായി വിധിയെടുപ്പിക്കാൻ കഴിവുള്ള ഒരു സർവാധികാരി ഉണ്ടെങ്കിൽ അത് രാത്രി ഞാൻ പ്രസംഗിക്കുന്ന സർവാധികാരിയായ പിതാവാ. ഓ, രക്തത്താൽ ജയം, രക്തത്താൽ ജയം. രാത്രി ഇതിനകത്തിരിക്കുന്നവരിൽ ആരോട് ദൈവത്തിന്റെ ആത്മാവ് ഇടപെടുന്ന രാത്രി ഏറ്റെടുക്കുന്ന ദൈവാലോചനയ്ക്ക് ആമേൻ പറയുന്ന ദൈവമക്കളോട് ഒരിക്കൽ കൂടെ ഞാൻ വിളിച്ചു പറയുന്നു, നിന്റെ ശത്രു നിനക്കെതിരെ രംഗത്ത് വരുമ്പോൾ നിന്റെ മിത്രം നിനക്ക് അനുകൂലമായി നിൽക്കും എന്ന് നീ വിചാരിക്കുന്ന വേളയിൽ നിന്റെ മിത്രത്തിന്റെ കൺമുൻപിൽ നിന്റെ മിത്രം നിന്നെ കൈയൊഴിയുമ്പോൾ നിന്റെ ശത്രുവിനെ കൊണ്ട് നിനക്ക് അനുകൂലമായി നടപടിയെടുപ്പിക്കാൻ കഴിവുള്ള ഒരു സർവാധികാരി ഉണ്ടെങ്കിൽ അത് ഈ രാത്രി ഞാൻ പ്രസംഗിക്കുന്ന എന്റെ അപ്പച്ചനാ. തെളിവ് ഞാൻ പറയാം കേട്ടോ, തെളിവ് പറയാം. ലോകഗതിയുടെ നാഴികക്കല്ലും മനുഷ്യചരിത്രത്തിന്റെ നട്ടെല്ലും കാലഗതിയുടെ കാതലുമാണ് ഇസ്രായേൽ ജനത. നമുക്കറിയാം, ഇസ്രായേൽ ജനത ജന്മം കൊള്ളാൻ മുഖാന്തരമായി തീർന്ന ഗ്രേറ്റ് ബ്രിട്ടനാണ്. ഗ്രേറ്റ് ബ്രിട്ടൻ ഒരു ക്രിസ്തീയ രാജ്യമാണ്. ഇസ്രായേൽ ജന്മം കൊണ്ടു കഴിഞ്ഞ് ഗ്രേറ്റ് ബ്രിട്ടൻ അറബികളുടെ എണ്ണക്കിണറിൽ കണ്ണുവെച്ച് ഇസ്രായേലിനോടുള്ള പ്രതിജ്ഞയിൽ നിന്ന് പിന്മാറി. എന്നാൽ ഇസ്രായേലിനെ കരൾ പറിക്കാൻ, അവരുടെ മാംസം പിച്ചി ചീന്താൻ, അവനെ മുളയിലെ നുള്ളിക്കളയാൻ, അവന്റെ ശരീരത്തെ കഷണിച്ച് ചൂടാൻ, അവനെതിരെ കാത്തു നിൽക്കുന്ന അറബി ശക്തികളുടെ പുറകിൽ അതിന് പിൻബലം കൊടുക്കുന്ന USSR സംഘവും അടുത്ത UNO സമ്മേളനത്തിൽ അവരെ കൊത്തിപ്പറിക്കാൻ അവസരം കാത്തു നിൽക്കുമ്പോൾ തങ്ങളുടെ മിത്രം തങ്ങളുടെ ശത്രുക്കളുടെ മുൻപിൽ തങ്ങൾക്ക് സംരക്ഷണമായിരിക്കും എന്നാണ് ഇസ്രായേൽ വിചാരിച്ചത്. പക്ഷേ UNO സമ്മേളനത്തിലെത്തിയപ്പോൾ സകലവിധ സൈനിക പിൻബലവും പിൻവലിച്ചുകൊണ്ട് ഇസ്രായേലിനെ ശത്രുക്കളുടെ മുൻപിലേക്ക് കൊത്തിക്കീറാൻ മിത്രമായ ജന്മം കൊടുത്ത ഗ്രേറ്റ് ബ്രിട്ടൻ ഇട്ടുകൊടുക്കുമ്പോൾ തകർച്ച കാണാൻ കാത്തു നിൽക്കുന്നവരുടെ നടുവിൽ ഇസ്രായേലിന്റെ കൊടിയ ശത്രുവായ റഷ്യയെ കൊണ്ട്
അവർക്ക് സ്വതന്ത്ര രാജ്യം പലസ്തീനിൽ അനുവദിക്കണമെന്ന് വാദിപ്പിച്ച ഒരു കാര്യമുണ്ട്. ഇന്ന് രാത്രി ഈ ദൂത് കേട്ടവർ എത്ര പേർ ആമേൻ പറയും? നിന്നെ തകർക്കാൻ ഡേറ്റ് കരുതി വെച്ചിരിക്കുന്ന വ്യക്തിയുടെ നാവ് കൊണ്ട് നിനക്ക് അനുകൂലമായി വിധി മുറപ്പെടുവിക്കത്തക്ക വിധം കാര്യങ്ങളെ തിരിക്കുന്ന ഒരുവനുണ്ട്. അത് മറ്റാരുമല്ല, നാം ആരാധിക്കുന്ന സ്വർഗത്തിലെ അപ്പച്ചനാണ്. ഗ്ലോറി, ഹല്ലേലൂയ. ഈ രാത്രി പ്രാർത്ഥിച്ചു തുടങ്ങട്ടെ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ. ഇനി ഈ പ്രാർത്ഥനയ്ക്കകത്ത് 7 പ്രാർത്ഥനാ വിഷയങ്ങളുണ്ട്. 1, നിന്റെ നാമം വിശുദ്ധീകരിക്കപ്പെടണം. 2, നിന്റെ രാജ്യം വരയണം. 3, നിന്റെ ഇഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണം. 4, ഞങ്ങൾക്ക് ആവശ്യമുള്ള ആഹാരം ഞങ്ങൾക്ക് തരയണം. 5, ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണം. 6, ഞങ്ങളെ പരീക്ഷയിൽ പ്രവേശിപ്പിക്കരുത്. 7, ഞങ്ങളെ ദുഷ്ടങ്ങളിൽ നിന്ന് രക്ഷിച്ചുകൊള്ളണം. അങ്ങനെയാണ് 7 പ്രാർത്ഥനാ വിഷയം. നിങ്ങൾക്കറിയാമോ? ആദ്യത്തേത് നിന്റെ നിന്റെ നിന്റെ, ഒടുവിലത്തേത് ഞങ്ങളുടെ ഞങ്ങളുടെ ഞങ്ങളുടെ, നടുക്കത്തേത് ഞങ്ങൾക്ക് ആവശ്യമുള്ള ആഹാരം. ശരീരം ഉണ്ടാക്കിയപ്പം തമ്പുരാൻ വയർ എവിടെ ഫിറ്റ് ചെയ്തെന്നറിയാമോ? സർവശക്തന്റെ ആർക്കിടെക്ടൽ പ്ലാനായത്. കരകൗശല സൃഷ്ടിയായി മനുഷ്യനെ കളിമണ്ണിൽ തൻ്റെ കൈക്രിയ കൊണ്ട് മെനഞ്ഞപ്പം വയറ് വെക്കേണ്ട സ്ഥാനം തമ്പുരാൻ കണ്ടത് കൃത്യം നടുക്ക. തലയിലായിരുന്നെങ്കിലോ മുൻഗണന കിട്ടിയതിനും വയറിന്, കാലയിലായിരുന്നെങ്കിലോ അവഗണനയായതിനും വയറിന്. അപ്പൊ തലയെ വെച്ച് മുൻഗണനയും വേണ്ട, കാലയെ വെച്ച് അവഗണനയും വേണ്ട, കൃത്യം സെന്ററിൽ വെച്ച് പരിഗണന മതി. അതിനായി വയറ് കൊണ്ട് കൃത്യം നടുക്ക് വെച്ചിരിക്കുന്നത് കേട്ടോ. ഇതുപോലെ ദൈവത്തിന് സ്തോത്രം, പ്രാർത്ഥനയ്ക്കകത്ത് വയറിന്റെ വിഷയത്തിന് മുൻഗണനയും വേണ്ട, അവഗണനയും വേണ്ട. മുൻപേ അവന്റെ രാജ്യവും നീതിയും അന്വേഷിച്ചാൽ അതോടുകൂടെ ആവശ്യമുള്ളത്, നിന്റെ വയറിന്റെ ആവശ്യം സാധിച്ചു തരാൻ കഴിവുള്ള ഒരുവൻ ഇന്ന് രാത്രി നിന്റെ പ്രാർത്ഥനയുടെ പുറകിലുണ്ട്. നിനക്ക് ജീവൻ തന്നവൻ ദൈവമാണെങ്കിൽ നിന്റെ ജീവസന്ധാരണത്തിന്റെ വഴിയും അവിടുന്ന് കരുതിയിട്ടുണ്ട്. ദൈവത്തിന് സ്തോത്രം. അപ്പോൾ പ്രാർത്ഥന ശ്രദ്ധിക്കുക. 2 അടരുകളായി, 2 ഉൾപ്പിരിവുകളായി പ്രാർത്ഥനയെടുക്കാം. 1 നിന്റെ നിന്റെ നിന്റെ, 2 ഞങ്ങളുടെ ഞങ്ങളുടെ ഞങ്ങളുടെ. 2 ബന്ധങ്ങളാണ് ഈ പ്രാർത്ഥനയുടെ അടിത്തറ. ആഴമാണ് ഈ പ്രാർത്ഥനയുടെ ചിന്ത. 1 നീയും ഞാനും, 2 ഞങ്ങളും ഞങ്ങളും. നിങ്ങൾക്കറിയാമോ, മനുഷ്യവർഗത്തിൽ പാപം തുടങ്ങിയത് ഏദനിലാണ്. ഏദനിൽ പാപം തുടങ്ങിയ രംഗത്തെക്കുറിച്ച് നിങ്ങൾ കണ്ടിട്ടുണ്ടോ, ശ്രദ്ധിച്ചിട്ടുണ്ടോ? ആദ്യമായി ഏദനിൽ പാപം തുടങ്ങുന്ന രംഗം നമുക്കറിയാം. ആ ഏദൻ പർദീസയുടെ വശത്ത് ഔവ അമ്മച്ചി ഒറ്റയ്ക്ക് നിൽക്കുന്ന സമയം പാമ്പെഴഞ്ഞങ്ങോട്ട് അടുക്കുകയാണ്. സംസാരം തുടങ്ങുന്നു. നിങ്ങൾ വീട്ടിൽ പശുവിന് പുളിപ്പൊടിയും പിണ്ണാക്കും കൊടുക്കാൻ ഒരു പാത്രത്തിൽ കലക്കി നേരെ കൊണ്ടുവന്ന് പശുവിൻ്റെ തൊഴുത്തിലോട്ട് വെച്ചു. പശു നേരെ തലയൊന്ന് താത്ത് ഒന്ന് നക്കി തുടങ്ങിയിട്ട് കണ്ണൊന്ന് പൊക്കിപ്പിടിച്ച്, എന്തുകൊണ്ട് കൊച്ചമ്മ വിശേഷം, ആരോഗ്യസ്ഥിതിയൊക്കെ എങ്ങനെയുണ്ട്, ശരീരസ്ഥിതി ആരോഗ്യമായിരിക്കുന്നോ, ഭക്ഷണമൊക്കെ ശരിയാണോ എന്ന് വല്ലതും ചോദിച്ചെന്നിരിക്കട്ടെ. നിങ്ങൾ അവിടെ കാണും നിൽക്കുമോ? ഒരു ഓട്ടം ഓടിയാൽ നിങ്ങൾ എവിടെ ചെന്ന് നിൽക്കും? ഇപ്പം മൃഗം സംസാരിക്കാറില്ല, അതുകൊണ്ട് തന്നെ അങ്ങനെ സംസാരം ഉണ്ടായാൽ നിങ്ങൾ അവിടെ നിൽക്കാറില്ല അല്ലേ? ഈ ഏദൻ തോട്ടത്തിന്റെ വശത്ത് പാമ്പ് വന്ന് ആദ്യമായി സംസാരിക്കുകയാണെങ്കിൽ ഔവാമ്മച്ചി അവിടെ നിൽക്കുമോ? ഇല്ല. അതിൻ്റെ അർത്ഥം വീഴ്ച പറ്റുന്നതിന് മുൻപ് മനുഷ്യകുലത്തിന് മൃഗജാലങ്ങളുമായി സംസാരശേഷിയുടെ കഴിവുണ്ടായിരുന്നു എന്ന് വരികയാണ്. എന്തായാലും വേണ്ടില്ല, സംസാരം കൂടുതൽ ഉണ്ട്, സാധ്യതയുണ്ട്. കൊച്ചു സംസാരമൊന്നുമല്ല. സംസാരം തുടങ്ങിക്കാണും. എന്തുകൊണ്ട് വിശേഷമൊക്കെ, നിങ്ങളൊരു പുതിയ താമസക്കാർ ഇവിടെ വന്ന കാര്യം അറിഞ്ഞു. പാമ്പ് പറയുക, ഞാൻ ഒത്തിരി ബിസിയായിരുന്നു, നിങ്ങളും ഈ ദിവസങ്ങൾ തിരക്കിലായിരിക്കുമല്ലോ, എങ്കിലും ഒരു കാര്യം, എങ്ങനെയുണ്ട് ഭക്ഷണമൊക്കെ? ഞാൻ ചോദിക്കട്ടെ, നിങ്ങളുടെ ഭർത്താവിനോട്, സഹോദരിമാരോടുള്ള ബന്ധത്തിൽ ഭർത്താവിനോട് ഒരു കാര്യം ഒരാൾ പറഞ്ഞേൽപ്പിക്കുകയും നിങ്ങളോട് ആ കാര്യത്തിൻ്റെ വിശദീകരണം ഭർത്താവ് പറയുകയും ഭർത്താവിൻ്റെ അസാന്നിധ്യത്തിൽ മറ്റൊരു അന്യൻ വന്ന് ആ വിഷയത്തിൻ്റെ യഥാർത്ഥം എന്താണെന്ന് നിങ്ങളോട് ചോദിക്കുകയും ചെയ്താൽ മാന്യതയും ആഢ്യത്തുമുള്ള സഹോദരിമാരാന്ന് എന്നാ പറയും? എന്നോടല്ല പറഞ്ഞത്, അച്ചായനോടാ പറഞ്ഞത്, പുള്ളിയെ ഇങ്ങോട്ട് വിളിച്ചോണ്ട് വരാമെന്ന് പറഞ്ഞ് അങ്ങോട്ട് പോകും. അച്ചായനെ മാറ്റി നിർത്തി കൊച്ചമ്മ ഒറ്റയ്ക്ക് കച്ചവടം തുടങ്ങിയതാണ് പാപത്തിൻ്റെ തുടക്കം. സ്തോത്രം. എന്തിന് പാപം തുടങ്ങി? പാപക്കനി പിടിച്ചു കടിച്ച് പാളിച്ച പറ്റി പരാജയം പതനം ഉണ്ടായി. ഏദനിൽ ആദ്യത്തെ വിധി പുറപ്പെടുന്ന രംഗം. കോടതി കൂടുന്നു. ആദമേ, നീ ചെയ്തതെന്ത്? മറുപടി, എന്നോടുകൂടെ ഇരിപ്പാൻ നീ തന്ന. കണ്ടോ, വിരൽ ആർക്ക് നേരെ ചൂണ്ടി? ഇത്രയുള്ള കാര്യം. സർവജ്ഞാനിയായ ദൈവമേ, ഈ സാധനത്തെ ഉണ്ടാക്കി എൻ്റെ കൂടെ തന്നപ്പം
നിനക്കറിയായിരുന്നു ഈ പഴം എന്നെ തീറ്റിച്ച് ഇവളെന്നെ ഈ കുഴപ്പത്തിൽ ചാടിക്കുമെന്ന്. അപ്പം ഈ കാര്യം അറിഞ്ഞുകൊണ്ട് ഇവളെ ഉണ്ടാക്കി എൻ്റെ കൂടെ തന്ന നീയാണ് ഞാൻ പഴം തിന്ന കാര്യത്തിൻ്റെ ഒന്നാമത്തെ പ്രതി എന്നാ പുള്ളി പറഞ്ഞത്. അപ്പൊ ആദ്യം ആരോട് തെറ്റി? ദൈവത്തോട് തെറ്റി. പിന്നെ കൈയും മരത്തിൽ പിടിച്ച് കണ്ണും തള്ളി നിന്ന് ഈ സ്ത്രീ എന്ന് പറയുന്ന പറച്ചിൽ കേട്ടില്ലേ? അസ്ഥിയിൽ നിന്ന് അസ്ഥിയും മാംസത്തിൽ നിന്ന് മാംസവും എന്നൊക്കെ പറഞ്ഞിട്ട് ഇപ്പൊ പറയുന്ന പദം രണ്ടാമത് മനുഷ്യരക്തത്തോട് തെറ്റി. രണ്ട് ബന്ധങ്ങൾ തകർന്ന് ഏതൊരു പാപം തുടങ്ങി. അങ്ങനെയാണെങ്കിൽ പാപത്തിന്റെ തുടക്കം രണ്ട് ബന്ധങ്ങളുടെ തകർച്ചയാണ്. ഒന്ന് ദൈവത്തോടുള്ള ബന്ധം, രണ്ട് രക്തത്തോടുള്ള ബന്ധം. നിങ്ങൾക്കറിയാമോ 10 കൽപ്പനകൾ എത്ര കൽപ്പലകകളിൽ എഴുതി കൊടുത്തെന്ന്? 2 കൽപ്പലക. എന്നെ 4 കൽപ്പന എഴുതാഞ്ഞേ, എന്നെ 1 കൽപ്പലകയുടെ 2 വശത്തും എഴുതാഞ്ഞേ. കാര്യം പറയാം. 2 കൽപ്പലകയിൽ 2 ബന്ധങ്ങളാണ്. ഒന്നാമത്തെ കൽപ്പലകയിൽ ദൈവത്തോടുള്ള ബന്ധം മാത്രം 4 കൽപ്പനയിലൂടെ, രണ്ടാമത്തെ കൽപ്പനയിൽ തമ്മിലുള്ള ബന്ധം മാത്രം 6 കൽപ്പലകയിലൂടെ, കൽപ്പനകളിലൂടെ. അങ്ങനെയാണെങ്കിൽ 2 കൽപ്പലകകൾ 2 ബന്ധങ്ങളാണ്. ദൈവത്തിന് സ്തോത്രം. ഞാനല്ലാതെ അന്യ ദൈവം നിങ്ങൾക്കുണ്ടാകരുത്, യാതൊരു വിഗ്രഹത്തെ ഉണ്ടാക്കരുത്, ശബത ദിവസത്തെ ശുദ്ധീകരിപ്പാൻ ഓർക്കുക, എൻ്റെ നാമം വൃഥാ എടുക്കരുത്. ഇതിൽ ദൈവവിഷയമില്ല, ദൈവവിഷയമേ ഉള്ളൂ, മനുഷ്യ വിഷയമില്ല. രണ്ടാമത്തെ കൽപ്പനയിൽ മനുഷ്യ വിഷയമേ ഉള്ളൂ, ദൈവവിഷയമില്ല. അങ്ങനെയാണെങ്കിൽ 2 കൽപ്പലകകളിലും 2 ബന്ധങ്ങളാണ്. നിങ്ങൾക്കറിയാമോ, നമ്മുടെ കർത്താവിനോട് ന്യായശാസ്ത്രം ചോദിച്ചു, നിത്യജീവനെ അവകാശമാക്കാൻ എന്ത് ചെയ്യണം? മറുപടി, നിന്റെ ദൈവമായ കർത്താവിനെ പൂർണ്ണ ഹൃദയത്തോടെ, പൂർണ്ണ മനസ്സോടെ, പൂർണ്ണ ആത്മാവോടെ, കൂട്ടുകാരനെ നിന്നെ പോലെ തന്നെ. അങ്ങനെയാണെങ്കിൽ 2 ബന്ധങ്ങൾ ഏകീകരിക്കുന്ന രംഗമാണ് വേദപുസ്തകത്തിൽ കാണുന്ന കർത്താവിൻ്റെ ക്രൂശിലേക്ക് വിരൽ ചൂണ്ടുന്ന ഈ പ്രാർത്ഥന. ആ കരമൊന്ന് ഉയർത്തി കർത്താവിന് സ്തോത്രം ചെയ്താട്ടെ. ഇന്ന് രാത്രി ശ്രദ്ധിക്കുക, 2 ബന്ധങ്ങളുടെ ഏകീകരണമാണ് പ്രാർത്ഥനയുടെ ജയം. നിങ്ങൾക്കറിയാമോ, നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവിൻ്റെ ക്രൂശിലേക്ക് ഒരു നിമിഷം നിങ്ങളുടെ കണ്ണുകളെ ഞാൻ ക്ഷണിക്കുകയാണ്. ഗോൽഗോത്തയിലേക്ക് എൻ്റെ നാഥൻ പോകുന്ന രംഗം, അടിച്ച് തകർത്ത പുറം ഒരടി അടിച്ചാൽ തൊലി ഉരിയുന്ന, അടുത്ത അടിയിൽ പച്ചമാംസം കിറുകിറ പറയുന്ന അടിയേറ്റ് തകർന്നിട്ട് ആ ഭാരമേറിയ മരക്കുരിശ് തോളിൽ വെച്ച് വീണ്ടും എഴുന്നേറ്റും അവൻ ഗോൽഗോത്തയിൽ എത്തിക്കഴിഞ്ഞു. സഹോദരങ്ങളെ ശ്രദ്ധിക്കൂ, പണി തീർത്ത ക്രൂശ് നിലത്തോട്ടിട്ട് അതിന്റെ പുറത്തേക്ക് എൻ്റെ നാഥനെ വലിച്ചങ്ങോട്ടിട്ടിട്ട് കൈകാലുകൾ ചവിട്ടിപ്പിടിച്ച് റോമൻ പടയാളികൾ ആണി തല്ലിയിറക്കുന്ന രംഗം എൻ്റെ സഹോദരങ്ങളൊന്ന് കണ്ണുയർത്തി കാണുക. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, കൈയും കാലും ഷൂസിട്ട കാലുകൊണ്ട് ദൈവത്തിന് സ്തോത്രം, അതേ കോടന്മാർ ചവിട്ടിപ്പിടിച്ച് ആണി അടിച്ചിറക്കുമ്പോൾ വാമാത്രം തുറന്നു കിടക്കുന്ന സമയം, സ്വാതന്ത്ര്യമുള്ളപ്പോൾ വിളിച്ചു പറഞ്ഞ പ്രാർത്ഥന, പിതാവേ, ഇവർ ചെയ്യുന്നത് ഇന്നതെന്നറിയായാൽ ഇവരോട് ക്ഷമിക്കണമേ. ഏതെനിൽ മനുഷ്യൻ ആദ്യം തെറ്റിയത് ദൈവത്തോടാണ്. കാൽവറിയിൽ മനുഷ്യനെ ആദ്യം ദൈവത്തോട് ക്രിസ്തു നിരപ്പിക്കുന്നു. നിങ്ങൾ ശ്രദ്ധിക്ക്, ഒരു കയറിന്റെ സഹായത്തോടെ ആ കുരിശ് ഉയർത്തി ആ കുഴിയിലേക്ക് നാട്ടിയിറക്കിയപ്പോൾ, ക്രൂശിന്റെ ഭാരത്താൽ സന്ധിബന്ധങ്ങൾ തകർന്ന്, കൊടും ചൂടിനാൽ ശരീരം ചുട്ടെരിഞ്ഞ്, ദാഹത്താൽ സർവാംഗവും തളർന്ന് അർത്ഥപ്രാണനായി കാൽവറിയിലെത്തിയ നാഥൻ ആകാശത്തിനും ഭൂമിക്കും നടുവിൽ തൂങ്ങിക്കിടന്ന് പിടയുന്ന സമയം, തൊട്ട് താഴേക്ക് നോക്കിയ വേളയിൽ അമ്മ നിൽക്കുന്നു. സ്ത്രീയേ, ഇതാ നിന്റെ മകൻ. യോഹന്നാനേ, ഇതാ നിന്റെ അമ്മ. കാര്യമെന്താ? താഴെ കിടന്ന് മനുഷ്യവർഗത്തെ ദൈവത്തോട് നിരപ്പിച്ച കർത്താവ് ക്രൂശിൽ കിടന്നുകൊണ്ട് മനുഷ്യനെ തമ്മിൽ നിരപ്പിക്കുകയാണ്. ഇന്ന് രാത്രി ഈ 2 ബന്ധങ്ങൾ ഏകീകരിക്കാൻ ഉയർന്നു നിൽക്കുന്ന കാൽവറിയെ കണ്ണുയർത്തി കാണുന്നെങ്കിൽ നിന്റെ പ്രാർത്ഥനാ വിഷയത്തിന്മേൽ ഇതുവരെ കാണാത്ത ദൈവപ്രവർത്തികൾ വെളിപ്പെടുന്ന രാത്രിയാണെന്ന് തിരിച്ചറിയുന്ന ദൈവമക്കൾ ഇരിക്കുന്ന ഇരിപ്പിൽ ശബ്ദമുയർത്തി പ്രാർത്ഥിച്ചു തുടങ്ങട്ടെ. എല്ലാ നാവുകളിലും ഒരുപോലെ ഈ ഗ്രൗണ്ടിൽ പ്രാർത്ഥനയുടെ ശബ്ദം ഉയരണം. നിങ്ങൾ ശ്രദ്ധിച്ച്, 1 മിനിറ്റ് ശ്രദ്ധിക്കുക. ക്രൂശിൽ 2 തടിക്കഷണങ്ങളുണ്ട് കേട്ടോ. ഒരു തടിക്കഷണം തിരച്ചീനം, മറ്റേ തടിക്കഷണം ലംബം. തിരച്ചീനമായി നിൽക്കുന്ന തടിക്കഷണം പറയുന്നു, മനുഷ്യ, ഈ ക്രൂശ് നിങ്ങളെ തമ്മിൽ അടുപ്പിക്കും. മുകളിലേക്ക് ചൂണ്ടി നിൽക്കുന്ന തടിക്കഷണം പറയുന്നു, മനുഷ്യ, ഈ ക്രൂശ് നിന്നെ ദൈവത്തോട് അടുപ്പിക്കും. ഇന്ന് രാത്രി പറയട്ടെ, ഈ ബന്ധങ്ങൾ ഏകീകരിക്കാത്ത പ്രാർത്ഥന ഇരിക്കുന്ന കൂരയുടെ മുകളിലേക്ക് പറക്കാതിരിക്കും
പ്രാർത്ഥിക്കുമ്പോൾ ഈ ബന്ധങ്ങൾ ക്രൂശ് മുഖാന്തരം ഏകീകരിച്ചൊരു ഭക്തന്റെ പ്രാർത്ഥന നരക കവാടങ്ങളെ ബന്ധിക്കുമെന്ന്, പാതാള ശക്തികളെ ആയുധം വെപ്പിക്കുമെന്ന് ആത്മാവിൽ തിരിച്ചറിയുന്ന ദൈവമക്കൾ ഇന്ന് രാത്രി ഇവിടെ ഇരുന്ന് കണ്ണുകളൊന്ന് ഉയർത്തി ആത്മാവിൽ പ്രാർത്ഥിച്ചു തുടങ്ങട്ടെ. അഭിഷേകത്തിന്റെ ചൈതന്യം അകത്ത് പ്രാപിച്ച ഒരു ദൈവമൈതൽ ഇതിവിടെ ഉണ്ടെങ്കിൽ, ആത്മസ്നാനത്തിന്റെ അധികാരം പ്രാപിച്ച കർത്തൃദാസന്മാർ ഇവിടെ ഉണ്ടെങ്കിൽ, നിങ്ങളുടെ നാവിൽ ഇന്ന് രാത്രി പ്രാർത്ഥനയുടെ ശബ്ദം ഉയരണം. ചില മിനിറ്റുകൾ പോരാട്ടത്തിന്റെ പ്രാർത്ഥനയായി തീരാൻ തുടങ്ങുന്നു. ഞങ്ങൾ ഇവിടെ കൈവച്ച് പ്രാർത്ഥിക്കാതെ തന്നെ നിന്റെ വിഷയത്തിന്മേൽ ദൈവത്തിന്റെ കരം ഉയരുകയാണ്. ഈ രാത്രി നീ തിരിച്ചു ചെല്ലുമ്പോൾ കാണാൻ കഴിയുന്ന ചില പുതിയ അധ്യായങ്ങൾ യേശുവിന്റെ ക്രൂശിന്റെ വിടുതലാണ്. അതുകൊണ്ട് രാത്രി ഇടത്തും വലത്തും നിൽക്കുന്നവരെ നോക്കണ്ട, മുൻപിലും പുറകിലും ഇരിക്കുന്നവരെ നോക്കണ്ട. ആരാധിക്കുവാൻ ദൈവ കൃപ തന്നിട്ടുണ്ടെങ്കിൽ നിയോഗത്തോടുകൂടെ പ്രാർത്ഥിച്ചു തുടങ്ങുക. ഈ രാത്രിയിൽ ചില ബന്ധങ്ങൾ ഏകീകരിക്കുന്ന രാത്രിയാകട്ടെ. കുടുംബ ബന്ധങ്ങൾ തകരുന്ന ഈ കാലഘട്ടത്തിൽ, സാത്താൻ അനേക ഭവനങ്ങളിൽ ജയമെടുക്കുന്ന ഈ രാത്രികളിൽ അഭിഷേകത്തിന്റെ ചൈതന്യം ഇവിടെ വ്യാപരിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഈ ഗ്രൗണ്ടിനകത്ത് ചില വിടുതലുകൾ സംഭവിക്കുന്ന രാത്രി. ചില കുടുംബങ്ങൾക്കകത്ത് തമ്മിലുള്ള ബന്ധങ്ങൾ തകർന്നിരിക്കുന്നു, മാതാപിതാക്കൾ തമ്മിലുള്ള ബന്ധങ്ങൾ തകർന്നിരിക്കുന്നു. അതിന്റെ കൊടിയ പിന്തുടർച്ചകൾ ചില വീടുകൾ അനുഭവിക്കുന്നു. എന്നാൽ ചില വീടുകളെ ഭരിക്കുന്ന അത്തരം ഇരുട്ടിന്റെ കരങ്ങൾ ഇന്ന് രാത്രി പ്രാർത്ഥന നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഇവിടെ അഴിഞ്ഞു മാറുന്ന രാത്രിയാണ്. അത് യേശുവിന്റെ ക്രൂശിലെ രക്തത്തിന്റെ ശക്തി ചില വ്യക്തികളെ തൊടാൻ ഈ രാത്രി ഗ്രൗണ്ടിലേക്ക് പ്രവഹിച്ചിറങ്ങുന്ന രാത്രിയാണ്. കാൽവറിയിൽ ചൊരിഞ്ഞ നിയമരക്തം അനുഭവിച്ചറിയുന്ന ദൈവമക്കൾ ഈ ഗ്രൗണ്ടിൽ ഇരിക്കുന്ന ഇരിപ്പിൽ പ്രാർത്ഥനയിൽ ജ്വലിച്ചു കത്തട്ടെ. പ്രാർത്ഥനയിൽ ഈ രാത്രി ജ്വലിച്ചു കത്തട്ടെ. നിന്റെ മേൽ ദൈവശക്തിയുടെ വ്യാപാരം മേഘം പോലെ ഇന്ന് രാത്രി ഇറങ്ങി വന്നാൽ ഒരു നൈൽ നദിയുടെ ദേവീ ശക്തിക്കും നിനക്കെതിരെ നിൽക്കാൻ കഴിയുകയില്ലെന്ന് തിരിച്ചറിയുക. നീ കേവലം മുൾപ്പുറപ്പായിരിക്കാം, എന്നാൽ മുൾപ്പുറപ്പിനകത്തേക്ക് ദൈവത്തിന്റെ തേജസ് ഇന്ന് രാത്രി വ്യാപരിച്ചാൽ ഒരു അന്ധകാര ശക്തികൾക്കും അടുക്കാൻ കഴിയാത്ത വിധത്തിൽ നിന്നെ ചുറ്റിപ്പിണയുന്ന ദൈവത്തിന്റെ തേജസ് ഈ രാത്രി ഈ ഗ്രൗണ്ടിൽ ബലത്തോടെ വ്യാപരിക്കുന്നു. ആത്മാവിനത് കാണുന്ന ദൈവമക്കൾ പ്രാർത്ഥിച്ചു തുടങ്ങട്ടെ. നിശ്ചയമായും നീയും നിന്റെ ദൈവവും തമ്മിലുള്ള ബന്ധം, നീയും നിന്റെ രക്തവും തമ്മിലുള്ള ബന്ധം കാൽവറി മുഖാന്തരം ഏകീകരിക്കുക. ഈ രാത്രി പ്രാർത്ഥനയുടെ മറുപടി പ്രതീക്ഷിക്കുന്നവരുണ്ടോ? ഞാൻ ഓർക്കുന്നുണ്ട്, ഇന്നേക്ക് ചില നാളുകൾക്ക് മുമ്പ് ഞാനൊരു സ്ഥലത്ത് ചെന്നപ്പോൾ ഒരമ്മച്ചി എന്ന് പറഞ്ഞു, മോനെ, ഈ വീട്ടിൽ 5 ആൺമക്കൾ, പ്രതാപമുള്ളൊരു വീട്, ഈ വലിയ തെരുവോരത്ത് ഉയർന്നു നിൽക്കുന്ന ഈ ബിൽഡിങ്, 4 കുഞ്ഞുങ്ങളെ വിവാഹം കഴിപ്പിച്ചയച്ചു. ഇളയ കുഞ്ഞിനെ എനിക്കിഷ്ടപുത്രനായി വളർത്തിയതാ. കാൽ വളരുന്നോ കൈ വളരുന്നോ എന്ന് നോക്കി, തലയിൽ വെച്ചാൽ പേനരിക്കും, നിലത്ത് വെച്ചാൽ ഉറുമ്പരിക്കുമെന്ന മട്ടിൽ കൈവെള്ളയിൽ അവനെ വളർത്തിയേ. അവന് സൗന്ദര്യമുള്ളൊരു പെൺകുട്ടിയെ ഞാൻ തന്നെ കണ്ടെത്തി. മനോഹരമായി വിവാഹം നടന്നു. അവൾ വീട്ടിൽ വന്നതോടെ സഹിക്കാൻ കഴിയാത്തതായി എൻ്റെ ജീവിത സാഹചര്യം പാസ്റ്റർ. എന്നിട്ട് പറഞ്ഞു, ഈ സ്റ്റെയർ കേസിന് മുകളിലുള്ള മുറിയിൽ ഇരിക്കുന്ന സമയം ഒരു ദിവസം ആ അമ്മ പറയുകയാണ്, ചാടിക്കയറി എൻ്റെ മകൻ മുകളിലേക്ക് വന്നിട്ട് എൻ്റെ കഴുത്തിന് കയറി പിടിച്ചു. എന്നിട്ട് കഴുത്തിന് ഞെക്കിക്കൊണ്ടങ്ങ് എഴുന്നേൽപ്പിച്ചു. എൻ്റെ നാക്ക് 3-4 അങ്കുലം പുറത്തേക്ക് ചാടി, എൻ്റെ കണ്ണ് തള്ളി. എന്നിട്ട് അവൻ പറയുകയാണ്, കഴുത്തിന് പിടിച്ച് ഞെക്കിക്കൊണ്ട്, എന്നേ തള്ളേ, മര്യാദയ്ക്ക് ഇവിടെ കഴിഞ്ഞുകൊള്ളണം, അല്ലെങ്കിലേ എൻ്റെ ഭാര്യ പറയുന്നത് അനുസരിക്കാൻ കഴിയത്തില്ലെങ്കിലേ ഈ ഗ്ലാസ്സിലൂടെ നിങ്ങളെ ഞാനെടുത്ത് പുറത്തേക്ക് തള്ളും, വല്ല വണ്ടിയും നിങ്ങളുടെ മണ്ടയിൽ കയറിയിറങ്ങും കേട്ടോ എന്ന് പറഞ്ഞ് വിട്ടിട്ട് പോയി. എന്നിട്ട് അമ്മ പറയുക, നല്ല കുഞ്ഞാ കേട്ടോ, അന്നേരത്തെ കോപം കൊണ്ടങ്ങ് സംഭവിച്ചതേ ഉള്ളെന്ന്. കഴുത്ത് പിടിച്ച് ഞെക്കി നാക്ക് പുറത്ത് ചാടിച്ചിട്ടും അമ്മ പറയുക നല്ല കുഞ്ഞാന്ന്. ദൈവത്തിന് സ്തോത്രം. ഏതായാലും വേണ്ടില്ല, അധികം താമസിക്കാതെ ഒരു ബ്രെയിൻ അറ്റാക്കിൽ ഈ അമ്മ ലോകത്തോട് യാത്ര പറഞ്ഞു. ആ വർഷത്തിൻ്റെ ഒടുവിലത്തെ ദിവസങ്ങൾ തിരുവനന്തപുരത്ത് നിന്നും പുതിയതായി എടുത്ത സ്കോർപിയോയിൽ വീട്ടിലേക്ക് വരും മുൻപ് ഭാര്യയോട് പറഞ്ഞു, ദൈവത്തിന് സ്തോത്രം, എന്താണ് ഇഷ്ടഭക്ഷണം ഞാൻ കൊണ്ടുവരാം, നീ തയ്യാറാക്കണ്ട. പക്ഷേ തയ്യാറായി. വരുന്ന സമയം ദൈവത്തിന് സ്തോത്രം, ഭാര്യ ഭക്ഷണം കാത്തിരിക്കുന്നു. അതിവേഗം ഈ വാഹനം പാഞ്ഞു വരുമ്പോൾ വഴിയിൽ വെച്ച് ട്രക്കുമായി കൂട്ടിയിടിച്ച് ഡ്രൈവറും ഇദ്ദേഹവും തൽക്ഷണം ചിതറിത്തെറിച്ചു. കുത്തിക്കെട്ടിയ ആ മാംസപിണ്ഡം വീട്ടിലോട്ട് കയറി വരുന്ന സമയം ഞാൻ അവിടെയുണ്ട്. അലറിക്കരയുന്ന സമയം, ചിതറിത്തെറിച്ച് കുത്തിക്കെട്ടി ഒരു കണ്ണാടിക്കൂടിനകത്ത് ഫോട്ടോ മാത്രം വെച്ച് മുഖം പ്രദർശിപ്പിച്ചിരിക്കുന്ന ഈ സമയം ഞാൻ നോക്കി നിന്നിങ്ങനെ ചിന്തിച്ചു, അയ്യോ, സ്വന്തം പെറ്റതള്ളയോട് പറഞ്ഞ വാക്ക് അറം പറ്റും പോലെ ഫലിച്ചല്ലോ. ഇന്ന് രാത്രി ദൂത് കേൾക്കുന്ന സുഹൃത്തെ, നിന്റെ മാതാപിതാക്കളോട് നീ ഇന്ന് ചെയ്യുന്നത് നീ ഇന്ന് വിതയ്ക്കുന്നതാണെന്നും അതിൻ്റെ പരിണിത ഫലം അധികം താമസിക്കാതെ നീ നാളെ കൊയ്യുമെന്ന് മറക്കരുത്.
നിന്റെ ബന്ധങ്ങൾ തകർന്നിട്ടുള്ള പ്രാർത്ഥന പ്രഹസനമാണ്. ഇന്ന് രാത്രി ക്രൂശ് ബന്ധങ്ങളെ ഏകീകരിക്കാൻ ശ്രമിക്കുന്നു. കാൽവറിയുടെ ശക്തി ഈ ഗ്രൗണ്ടിൽ വ്യാപരിക്കുന്നു. നിന്റെ കുടുംബത്തിന്മേൽ ആധിപത്യം പുലർത്തുന്ന കടുങ്കെട്ടുകളെ അഴിച്ചു മാറ്റി നിന്റെ ഭവനത്തെ വിടുതലിലേക്ക് വരുത്താൻ കാൽവറിയുടെ ശക്തി ഇന്ന് രാത്രി ഈ ഗ്രൗണ്ടിൽ മാത്രമല്ല, ഈ ഇല്ലിക്കലിനോട് ഇടപെടുന്ന രാത്രിയാണ്. നിന്റെ ഭവനത്തിന് വരാൻ തുടങ്ങുന്ന അനർത്ഥങ്ങളോട് ദൈവത്തിന്റെ കരം ഇന്ന് രാത്രി വിടുതലിനായി ഇടപെടുന്ന രാത്രിയാണ്. എല്ലാ നാവുകളും രാത്രി പ്രാർത്ഥനയുടെ ശബ്ദമൊന്ന് ഉയരട്ടെ. ഇവിടെ ഇരിക്കുന്ന കർത്തൃദാസന്മാർ ആത്മാവിൽ പ്രാർത്ഥിക്കട്ടെ. എന്റെ മുൻപിലിരിക്കുന്ന ദൈവമക്കളുടെ പ്രാർത്ഥനയുടെ ശബ്ദം ഉയരട്ടെ. ഒരു മിനിറ്റ് ദൈവസ്ഥലം ഒന്ന് ഒരുമിച്ച് എഴുന്നേറ്റാട്ടെ. എല്ലാ സഹോദരങ്ങളും ഒരു മിനിറ്റ് ദിവസം എഴുന്നേറ്റാട്ടെ. വളരെ നിർണായകമായ സമയം നിങ്ങൾ വേദപുസ്തക കസേരകളിൽ തന്നെ വെച്ചിട്ട് നിങ്ങളുടെ രണ്ട് കരങ്ങളൊന്ന് ഉയർത്തിപ്പിടിച്ചാട്ടെ. ഇടത്തും വലത്തും നിൽക്കുന്നവരെ മറക്കുക, മുൻപിലും പുറകിലും നിൽക്കുന്നവരെ മറക്കുക. ഈ രാത്രിയിൽ ഞങ്ങളുടെ രക്ഷാനായകനെ ഞങ്ങൾ ഇവിടെ ഉയർത്തുന്നു. കാൽവറിയിലെ രക്ഷകനെ ഇന്ന് രാത്രി ഞങ്ങൾ ഇവിടെ ഉയർത്തുന്നു. കാലാതീതതയിൽ നിന്ന് കാലിത്തൊഴുത്തിലൂടെ ഈ ലോകത്തിലേക്ക് പാപകളങ്കങ്ങൾ തെല്ലും തൊട്ടേശാതെ പവിത്രമായി ജന്മം കൊണ്ട് ഈ മണ്ണിൽ പരിശുദ്ധ ജീവിതം നയിച്ച് 30ാമത്തെ വയസ്സിൽ ഇങ്ങനെ സകല നീതിയും നിവർത്തിക്കുന്നത് നമുക്ക് ഉചിതമെന്ന് പറഞ്ഞ് കാലതെ സ്നാനമേറ്റ് 3.5 വർഷക്കാലം അത്ഭുതങ്ങൾ ചെയ്ത് നാടെങ്ങും സഞ്ചരിച്ച് നന്മ മാത്രം പ്രവർത്തിച്ച് കാൽവറിയിൽ നമ്മുടെ പാപത്തിന്റെ പരിഹാരത്തിനായി യാഗമായി കല്ലുകൊണ്ടുണ്ടാക്കിയ കല്ലറയിൽ ശവസംസ്കരിക്കപ്പെട്ട് കാവൽ പടയാളികൾ കല്ലറയ്ക്ക് കാവൽ നിന്നിട്ടും കാവൽ പടയാളികളുടെ മുട്ടുകളെ വിറയിച്ചുകൊണ്ട് ഉയർത്തെഴുന്നേറ്റ് ഇനിയും മരിക്കാൻ കഴിയാത്ത ശരീരത്തിൽ കടം വാങ്ങിയ കല്ലറ മടക്കിക്കൊടുത്ത് ഉയർത്ത് ഇന്നും ജീവിക്കുന്ന നസറയനായ യേശു നിന്റെ 1000 വിഷയത്തിന് ഏക പരിഹാരമാണ്. നിന്റെ ഭവനം കടന്നു പോകുന്ന ഏത് പ്രതിസന്ധികളെയും ഇന്ന് രാത്രി അഴിച്ചെടുക്കാൻ കഴിവുള്ള ആ കരം ഇതാ നിന്റെ അടുക്കൽ നിൽക്കുകയാണ്. 2 കരങ്ങൾ ഉയർത്തിപ്പിടിച്ച് പ്രാർത്ഥിച്ചു തുടങ്ങിക്കാട്ടെ. ശബ്ദമുയരട്ടെ. ഇടത്തും വലത്തും നിൽക്കുന്നവരെ നോക്കണ്ട, മുൻപിലും പുറകിലും നിൽക്കുന്നവരെ നോക്കണ്ട. ശബ്ദം ഉയർത്തി പ്രാർത്ഥിച്ചു തുടങ്ങിക്കാട്ടെ. കുഞ്ഞെ, നീ കടയിലായിരിക്കാം, നീ വഴിവക്കിലായിരിക്കാം, നീ ടെറസിന്റെ മുകളിലായിരിക്കാം. ദൈവത്തിന് സ്തോത്രം. നീ തൊരുവോരത്ത് നിന്നുകൊണ്ട് ഇത് കേൾക്കുകയായിരിക്കാം. ഒരുപക്ഷെ യോഗത്തിന് നടുവിലായിരിക്കാം. യേശുവിന്റെ കണ്ണുകൾ നിന്നെ കാണുന്നു. നിന്റെ ജീവിതത്തിന്റെ തകർന്ന അവസ്ഥകൾ, മറ്റുള്ളവർക്ക് പരിഹരിക്കാൻ കഴിയാത്ത പ്രതികൂലങ്ങൾ, രാത്രിയുടെ ഏകാന്തതകൾ, പലപ്പോഴും ഉറക്കമില്ലാത്ത സാഹചര്യങ്ങൾ, മരണം പോലും ആത്മഹത്യക്കായി കൊതിക്കത്തക്ക വിധം നിന്റെ ഹൃദയത്തെ ഭരിക്കുന്ന ബന്ധനങ്ങൾ ഇന്ന് രാത്രി ഈ പ്രാർത്ഥന നടക്കുമ്പോൾ കാൽവറിയിൽ ഉയർന്ന ക്രൂശിന്റെ ശക്തി ഞങ്ങൾ ഇന്ന് രാത്രി ഇവിടെ ഉയർത്തിക്കൊണ്ടിരിക്കുമ്പോൾ നീ മറ്റെങ്ങിലേക്ക് നോക്കണ്ട. നനഞ്ഞൊഴുകുന്ന കണ്ണുകളോടെ, തകർന്ന ഹൃദയത്തോടെ നിന്റെ കരങ്ങൾ കാൽവറിയിലേക്ക് ഉയർത്തുക. അവിടുത്തെ കരം നിന്നെ തൊടുന്ന രാത്രിയായി രാത്രി. ശബ്ദമുയരട്ടെ. യെസ്, ശബ്ദമുയരട്ടെ. ഇടത്തും വലത്തും നിൽക്കുന്നവരെ നോക്കാതെ പ്രാർത്ഥിച്ചു തുടങ്ങട്ടെ. അഭിഷേകത്തിന്റെ ചൈതന്യം അനുഭവിച്ചറിയുന്ന ദൈവമക്കളെ ഞാൻ പറയും, നീ കളിക്കളത്തിലല്ല കേട്ടോ, നീ പോർക്കളത്തിലാണ്. അന്ന് ശൂരവൽഗീതത്താൽ കുതിര കുളമ്പുകൾ കട്ടനം ചെയ്തു എന്ന് ദൈവത്തിന്റെ വചനത്തിൽ എഴുതിയിരിക്കുന്നത് പോലെ 900 ഇരുമ്പ് രഥങ്ങളുമായി എതിരെ വരുന്ന സീസറയുടെ ശക്തി എത്ര പ്രബലമാണെങ്കിലും ഈന്തലിന്റെ ചുവട്ടിൽ നിന്ന് കരഞ്ഞൊരു ദെബോരയുടെ കണ്ണുനീർത്തുള്ളികൾക്ക് മുൻപിൽ ശത്രുവിന്റെ കുതിരകളുടെ കാലുകളെ മുറിച്ചു കളയാൻ എന്റെ ദൈവത്തിന്റെ കരം എഴുന്നേറ്റതുപോലെ നിനക്കെതിരെ ഉയർന്നിൽക്കുന്ന ചിലതിനോട് പ്രതിക്രിയ നടത്താൻ എന്റെ നാഥന്റെ കരം ഇന്ന് രാത്രി ചലിച്ചുയരുന്ന രാത്രിയാണ്. നിഷ്കളങ്കമായ പ്രാർത്ഥനയുടെ നിലവിളി ദൈവസ്ഥൽ ഉയരട്ടെ. വാ തുറന്ന് ഇങ്ങനെ പ്രാർത്ഥിക്കാൻ, കർത്താവേ, ഞാനും എന്റെ നാഥനുമായിട്ടുള്ള ബന്ധം, ഞാനും എന്റെ രക്തവും തമ്മിലുള്ള ബന്ധം തകർന്ന മേഖലകളെ ഇന്ന് രാത്രി ക്രൂശ് മുഖാന്തരം ഞാൻ യോജിപ്പിക്കുന്നു. ഈ രാത്രി കാൽവറിയിലേക്ക് നോക്കിക്കൊണ്ട് അടുത്തു വരിക. തലയിൽ മുൾമുടി അണിഞ്ഞവനായി, മുഖത്തെ രോമങ്ങൾ വലിച്ചു പറിക്കപ്പെട്ടവനായി, വിലാവ് പിളർക്കപ്പെട്ടവനായി, നിനക്ക് വേണ്ടി യാഗമായി തീർന്ന ദൈവകുഞ്ഞാടിന്റെ ക്രൂശിലേക്ക് ഇന്ന് രാത്രി ഏറ്റവും പുറകിൽ നിന്ന് നിന്റെ കണ്ണുകൾ വിശ്വാസത്താൽ അടച്ചുകൊണ്ട് ഒന്ന് ഉയർത്തി നോക്കാമോ? ഇതാ ഒരു ദൈവശക്തിയുടെ വ്യാപാരം, ഇലക്ട്രിക് ഷോക്ക് വ്യാപരിക്കുന്നത് പോലെ നിന്റെ ഉച്ചി മുതൽ ഉള്ളംകാല് വരെ ഈ രാത്രി യോഗത്തിൽ ബലത്തോടെ പ്രവഹിക്കുന്നു. ആത്മാവിൽ കണ്ണുകൾ ഉയർത്തി പ്രാർത്ഥിക്കുക. ഈ സമയം ചില വിടുതലുകൾ നടക്കുന്ന രാത്രിയാണ്. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ, 200 മൈൽ ചുറ്റളവുള്ള മരുഭൂമിയിൽ അഗ്നിസർപ്പത്തിന്റെ കടിയേറ്റ് വീണ യഹൂദൻ അവന്റെ മുറിവിൽ തപ്പിപ്പിടിച്ചുകൊണ്ട് അവന്റെ തളർന്ന കണ്ണുകൾ ഉയർത്തി ആ പിച്ചള സർപ്പത്തിന്റെ കൊടിമരം അവിടെ ഉണ്ടെന്നുള്ള പ്രതീക്ഷയോടെ കണ്ണുകൾ ഉയർത്തി നോക്കുമ്പോൾ ആ നോട്ട
നോട്ടത്തിലൂടെ ദൂരമുണ്ടെങ്കിലും, കണ്ണെത്താത്ത ദൂരത്താണ് കൊടിമരം നിൽക്കുന്നതെങ്കിലും ആ നോട്ടത്തിലൂടെ ദൈവശക്തി അവന്റെ സിരകളിൽ വ്യാപരിച്ച് അവന്റെ പാമ്പിന്റെ വിഷം മാറി അവൻ എഴുന്നേൽക്കുന്നത് യാഥാർത്ഥ്യമാണെങ്കിൽ, ഇന്ന് രാത്രി ഇല്ലിക്കൽ ഗ്രൗണ്ടിൽ ഉയർന്നു നിൽക്കുന്ന കരം 1 മിനിറ്റ് ക്രൂശിലേക്ക് ഉയർത്തുമ്പോൾ, കാലം കൊണ്ട് ക്രൂശ് 2000 വർഷം അകലമാണെങ്കിലും, ഭൂമിശാസ്ത്രം കൊണ്ട് ക്രൂശ് ഇത്രയും ഭൂഖണ്ഡങ്ങൾ അകലമാണെങ്കിലും, നോട്ടത്തിന്റെ പുറകിൽ രോഗശാന്തി മാത്രമല്ല നിത്യജീവനും പകരാൻ ഈ രാത്രി ക്രൂശിന്റെ ശക്തി ഇല്ലിക്കലേക്ക് വ്യാപരിക്കുന്നു. കണ്ണുകൾ കാൽവറിയിലേക്ക് ഉയർത്തുക. ആ 2 കരങ്ങൾ ഉയർത്തി പിടിച്ചുകൊണ്ട് ശബ്ദമുയർത്തി പ്രാർത്ഥിച്ചു തുടങ്ങിക്കാട്ടെ. കാൽവറി മലമേൽ നോക്കൂ നീ. ശബ്ദമുയർത്തി. കാൽവറി കാൽക്കരം. ശബ്ദമുയർത്തി സദസ്സ് പാടട്ടെ. ഓ കാൽക്കരം ചേർന്നിതാ ആണിമേൽ. ആ നെഞ്ചോട് ചേർത്ത കരങ്ങളോടെ, നെഞ്ചോട് കരം ചേർത്ത് വെച്ച്, രക്ഷിതാവിനെ നിന്റെ പേർ കല്ലയോ ക്രൂശുന്നു, നിന്റെ പേർ കല്ലയോ. ശബ്ദമുയർത്തി. ധ്യാനപീഠമതിൽ കയറി, ധ്യാനപീഠമായി ഉള്ളിലെ കണ്ണുകൾ കൊണ്ടു നീ കാണുക, ഉള്ളിലെ കണ്ണുകൾ കൊണ്ടു നീ. ആ കരങ്ങൾ 2 നെഞ്ചോട് ചേർത്ത് വെച്ച് ഈ ഗ്രൗണ്ടിൽ നിന്ന് നിങ്ങളുടെ വിഷയങ്ങളുമായി നിങ്ങൾ ക്രൂശിലേക്ക് മാത്രം കണ്ണുകളെ ഏകീകരിക്കുക. നിന്റെ ഏത് കുരുക്കഴിയാത്ത വിഷയത്തിന് വേഗ പരിഹാരം ജപതപങ്ങളല്ല, ഉരുളിച്ചയല്ല, ആൾരൂപമല്ല, നേർച്ച കാഴ്ചകളല്ല, ത്യാഗയാഗങ്ങളല്ല, ശരീരപീഡനങ്ങളല്ല, കാൽവറിയിൽ ഉയർന്നു നിൽക്കുന്ന ക്രിസ്തു. രാത്രി എൻ്റെ വിഷയത്തിന് എനിക്ക് പരിഹാരം തരണമേ കർത്താവേ എന്ന് പ്രാർത്ഥിക്കുന്ന നീ ക്രൂശിലേക്ക് കണ്ണുകൾ ഉയർത്തുക. നിത്യജീവൻ വരെ പകരാൻ ആ ക്രൂശിന്റെ ശക്തി നിന്നിലേക്ക് പ്രവഹിച്ചിറങ്ങുന്നു. ഇന്ന് രാത്രിയിലത്തെ ദൂതിന് മുൻപിൽ എനിക്ക് പ്രാർത്ഥന വേണം ദൈവദാസ, എനിക്ക് പ്രാർത്ഥന വേണം എന്ന് കൊതിക്കുന്ന ദൈവമക്കൾ ആ വലത് കരങ്ങളത് ഉയർത്തിപ്പിടിച്ചിട്ടുണ്ട്. ഇന്ന് രാത്രി എനിക്കൊരു ദൈവിക വിടുതലിന്റെ പ്രാർത്ഥന വേണം. ഈ രാത്രി ഉയർന്നു നിൽക്കുന്ന കരങ്ങൾക്കായി ഞാൻ പ്രാർത്ഥിക്കാൻ തുടങ്ങുക. ഇന്ന് രാത്രി വരെ യേശുവിനെ ജീവിതത്തിന്റെ കർത്താവായി ഏറ്റുവാങ്ങുന്ന ഒരു മതസ്നേഹിയായി ജീവിക്കുന്ന ഒരാൾ ഇതിനകത്തുണ്ടെങ്കിൽ, സുഹൃത്തെ, നിന്റെ വിടുതലിന്റെ രാത്രിയായി രാത്രി. നിന്റെ നനയുന്ന കണ്ണുകളോടെ നിന്റെ വലതുകരം ഉയർത്തി ഈ സദസ് രക്തം ഇന്ന് രാത്രി നിനക്കായി ഒഴുകിയിറങ്ങുകയാണ്. വഴിവക്കിലാകട്ടെ, വിവിധ സ്ഥലങ്ങളിലാകട്ടെ ഇരുന്ന് വചനം കേൾക്കുന്നവരുടെ ദൈവാത്മാവ് ഇടപെടുന്നു. പരിശുദ്ധനായ ഞങ്ങളുടെ പ്രിയ കർത്താവേ, ഈ ഉയർന്നു നിൽക്കുന്ന കരങ്ങളെ തേജസ്സിന്റെ ദ്രവത്വമില്ലാത്ത കരങ്ങളിൽ കൈമാറുന്നു. ഇതുവരെ പകരപ്പെട്ടിട്ടില്ലാത്ത ദൈവശക്തിയുടെ കനത്ത വ്യാപാരം ഈ ഉയർന്നു നിൽക്കുന്ന കരങ്ങളുടെ മേൽ ഇന്ന് രാത്രി ബലത്തോടെ വ്യാപരിക്കട്ടെ. നസറേയനായ യേശുവിന്റെ നാമത്തിൽ അടയാളത്തോടെ ഒരു ദൈവപ്രവർത്തിക്കായി ഈ കരങ്ങൾക്കായി ഞങ്ങൾ പ്രാർത്ഥിച്ചു വേർതിരിക്കുന്നു. ദൈവാത്മാവതി ചെയ്തിരിക്കുന്നത് കൊണ്ട് സ്തോത്രം. യേശുവിൻ നാമത്തിൽ തന്നെ കരമുയർത്തി കർത്താവിന് സ്തോത്രം ചെയ്യാം. എല്ലാവർക്കും ദൈവസന്നിധിക്കാം, എല്ലാവർക്കും ദൈവസന്നിധിക്കാം. മറക്കരുതേ, കാൽവറിയാണ് നിന്റെ പ്രാർത്ഥനയുടെ കേന്ദ്രബിന്ദു. യഥാർത്ഥ വിശുദ്ധന്റെ പ്രാർത്ഥനയിൽ അഗ്നിസ്പർശനം പോലെ ദൈവാത്മാവിൻ്റെ സ്പർശനം നടന്നാൽ അത്ഭുതത്തിൻ്റെ സ്ഫോടനമുണ്ടാകും. ഈ രാത്രിയിൽ ഇവിടെ വന്ന് പ്രസംഗിക്കുവാൻ അവസരം ലഭ്യമായതിൽ ദൈവത്തിന് മഹത്വം അർപ്പിക്കുകയും പ്രാർത്ഥനയോടെ ശ്രദ്ധിച്ചവർക്ക് കൃതജ്ഞത അറിയിക്കുകയും ചെയ്ത് വിരമിക്കുന്നു. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കും.